Hello മക്കളെ, in this section we are discussing the second part of our photosynthesis. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പാഠത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കിയതാണ്. അതായത് 50% ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആക്കിയതാണ്. ഈ ഒരു പാഠത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചർ, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിനുശേഷം നമ്മൾക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ സെക്ഷൻ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക ഈ ഒരു 50% ഏരിയയാണ്. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ 50% ഏരിയ നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുകയും ഈ ഒരു സെക്ഷനിൽ നമ്മൾ ബാക്കി ഉള്ള ഏരിയ ഡിസ്കസ് ചെയ്യും. ഇവിടെ നമ്മൾ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. സോ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. അത് നിങ്ങൾ പഠിച്ചത് കുറച്ച് ഒരു 50% ആയിട്ടുള്ളൂ എങ്കിൽ, കൃത്യമായി പഠിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഫുൾ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഒന്നാം സെക്ഷനിൽ നിന്നൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഭാഗം ഫുൾ ക്ലിയർ ആവും, അതിനൊപ്പം തന്നെ രണ്ടാമത്തെ ഭാഗവും ക്ലിയർ ആവും. സോ ഇതിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിലേക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഡിസ്കഷൻ കംപ്ലീറ്റ് ആക്കും. നമുക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നമ്മൾ നിർത്തിയതാണ്. നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്. സോ ആ ഒരു ടോപ്പിക് എന്താണ്, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇതാണ് നമ്മുടെ ടോപ്പിക്. ഇതൊക്കെ ടെക്സ്റ്റിൽ വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പരത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും വായിച്ചാൽ മനസ്സിലാവില്ല. കുറേ സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണ് ഇതൊക്കെ. ഞാനത് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ പഠിക്കാനുണ്ട്. എന്താണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്നുള്ളത് ഫസ്റ്റ് പറയാം. ഫോട്ടോഫോസ്ഫോറിലേഷൻ ഈസ് ദി പ്രോസസ്, അതൊരു പ്രോസസ്സാണ് ത്രൂ വിച്ച് ATP സിന്തസൈസ്ഡ് ബൈ ദി സെൽ. ATP സിന്തസൈസ് ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റിന് ATP എന്ന് പറയാം. അതൊരു എനർജി കോമ്പൗണ്ട് ആണ്. ഫോട്ടോസിന്തസിൻ്റെ ഡാർക്ക് റിയാക്ഷനിലേക്ക് അല്ലെങ്കിൽ ഡാർക്ക് ഫേസിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലൈറ്റ് ഫേസിലുള്ള ഒരു എനർജി കോമ്പൗണ്ടാണ് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ATP എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ATP ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോസ്ഫോറിലേഷൻ എന്ന് പറയാം. ATP എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് കമ്പൗണ്ട് അല്ലേ. സോ അതുകൊണ്ടാണ് ഇത് ഫോസ്ഫോറിലേഷൻ എന്നുള്ള പേരിലേക്ക് വരാൻ കാരണം. സോ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ ATPയെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. സോ ഫോസ്ഫോറിലേഷൻ എന്നുള്ളതിൻ്റെ പേരിൻ്റെ നെയിമിങ് നമുക്ക് കൃത്യമായിട്ട് കിട്ടി. നമുക്കറിയേണ്ടത് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്നുള്ളതാണ്. ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്താണ്? ഫോട്ടോഫോസ്ഫോറിലേഷൻ അത് പറയാം. ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എനർജി എന്നൊക്കെയാണ്. ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ATP ഉണ്ടാക്കുക. സോ ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് ഉപയോഗിച്ചിട്ട് ATP ഉണ്ടാക്കുക, ഫോസ്ഫോറിലേഷൻ നടക്കുക. സോ ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഫോസ്ഫോറിലേഷൻ നടക്കുക. ലൈറ്റ് ഉപയോഗിച്ച് ATP ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഫോട്ടോഫോസ്ഫോറിലേഷൻ ഈസ് ദി സിന്തസിസ് ഓഫ് ATP ഫ്രം ADP. നമ്മൾ ATP പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ADPയിൽ നിന്നാണ് ഉണ്ടാക്കുക. ADPനോട് നമ്മൾ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് PI ആഡ് ചെയ്താലാണ് നമുക്ക് ATP എന്ന് പറഞ്ഞ കമ്പൗണ്ട് കിട്ടുക. സോ ATP ഫ്രം ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. നമ്മൾ ഒരു ഓർഗാനിക് ഫോസ്ഫേറ്റിനെ ADPയിലേക്ക് അഡിനോസിൻ ഡൈ ഫോസ്ഫേറ്റിലേക്ക് ആഡ് ചെയ്താൽ അത് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ആവും. ഇവിടെ ഡൈ ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ 3 ഫോസ്ഫേറ്റ് ഉണ്ടാവുള്ളൂ, ഒരു ഫോസ്ഫേറ്റും കൂടെ വന്നാണ്. അപ്പോൾ ഡൈ എന്ന് പറഞ്ഞാൽ 2. ADPയിൽ 2 ഫോസ്ഫേറ്റ് ഉണ്ടാവുള്ളൂ, ഒരു ഫോസ്ഫേറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ ട്രൈ ഫോസ്ഫേറ്റ് ആവും. സോ ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് പഠിച്ചു പോവുക. ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫോസ്ഫോറിലേഷൻ എന്താണ്, ഫോട്ടോഫോസ്ഫോറിലേഷൻ അങ്ങനെ ചോദിക്കാറുണ്ട്. ഫോസ്ഫോറിലേഷൻ അല്ല ചോദിക്കാറ്, ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു തിയറിറ്റിക്കൽ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ട് പഠിക്കേണ്ടതാണ്. ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കും. കഴിഞ്ഞ സെക്ഷനിലൊക്കെ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കീ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു ഫോട്ടോഫോസ്ഫോറിലേഷൻ സൈക്ലിക് ആയിട്ടുള്ളതും നോൺ സൈക്ലിക് ആയിട്ടുള്ളതും. എന്താണ് സൈക്ലിക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സൈക്ലിക് ആയിട്ട് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുക, നോൺ സൈക്ലിക് ആയിട്ട് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുക. നമ്മൾ സൈക്ലിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൈക്ലിക് മോഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് ഒരു റിയാക്ഷൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ആ ഇനീഷ്യൽ കണ്ടീഷനിൽ അവൻ എത്തുകയാണെങ്കിൽ സൈക്ലിക് മോഷൻ ആണ് അല്ലെങ്കിൽ സൈക്ലിക് റിയാക്ഷൻ ആണെന്നൊക്കെ പറയാം. സോ അതേപോലെ തന്നെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞ് ടോപ്പിക്കിലേക്ക് പോവാം. ഡീറ്റെയിൽ ആയിട്ട് അവിടെ കാര്യങ്ങൾ പറയാനുണ്ട്.
നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിട്ടുള്ള ആ ഒരു സെഡ് സ്കീം, ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നമ്മൾ പഠിച്ചു. ആ ഒരു കാര്യമാണ് ശരിക്ക് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ആ സെഡ് സ്കീം തന്നെ അതേപോലെ തന്നെയാണ് പഠിക്കേണ്ടത്. അതേ ഡയഗ്രം തന്നെയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ ഈസ് ദി ടൈപ്പ് ഓഫ് ഫോസ്ഫോർ റിലേഷൻ. അതൊരു ഫോസ്ഫോർ റിലേഷൻ്റെ ടൈപ്പാണ്. ഇൻ വിച്ച് ബോത്ത് ദി ഫോട്ടോ സിസ്റ്റംസ് PS1 ആൻഡ് PS2 കോപ്പറേറ്റ് ഇൻ ദി ലൈറ്റ് ഡ്രിവൺ സിന്തസിസ് ഓഫ് ATP. നമ്മൾ പറഞ്ഞു ഫോസ്ഫോർ റിലേഷൻ, ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ എന്ന് പറഞ്ഞത് ATP ഉണ്ടാക്കുന്ന പ്രോസസ്സാണെന്ന് പറഞ്ഞു ഇല്ലേ? ATP ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ഫോസ്ഫോർ റിലേഷൻ എന്ന് പറഞ്ഞു. നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷനിൽ ATP ഉണ്ടാക്കുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് PS1 ആൻഡ് PS2. സോ PS1ഉം PS2ഉം കൂടി ചേർന്നിട്ട് ATP ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ. ഡ്യൂറിങ് ദി സൈക്കിൾ, ഈ ഒരു സൈക്കിളിൽ ദി ഇലക്ട്രോൺ റിലീസ്ഡ് ഫ്രം ദി PS2 അഥവാ PS2 ഫോട്ടോ സിസ്റ്റം 2 ഫോട്ടോ സിസ്റ്റം 2ൽ നിന്ന് അത് റിലീസ് ചെയ്യുന്ന എനർജി ഇലക്ട്രോൺ ഡസ് നോട്ട് റിട്ടേൺ ടു ഇറ്റ്. ഈ ഫോസ്ഫേറ്റ് അഥവാ ഈ ഫോട്ടോ സിസ്റ്റം 2ൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിനെ അത് ഇജക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഫോട്ടോ സിസ്റ്റം 2 എന്ന് പറയുന്നത് ഈ LHC ആണ്. ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിനെ നമ്മൾ ഫോട്ടോ സിസ്റ്റം 2 എന്ന് പറയാം. സോ ഈ ഒരു ഫോട്ടോ സിസ്റ്റം 2ൽ നിന്ന് ഇത് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോണ് ഡസ് നോട്ട് റിട്ടേൺ ടു ഇറ്റ്. അതെന്ത് ചെയ്യുന്നില്ല? അത് അതേപോലെ റിട്ടേൺ ചെയ്ത് തിരിച്ച് ഇതിലേക്ക് വരുന്നില്ല. ആ ഇലക്ട്രോൺ ഇവനേക്ക് പോവാണ്. ഇവനക്ക് വരുന്നത് പിന്നെ വേറെ ഇലക്ട്രോണാണ്. സോ ആ ഒരു PS2 എന്നതിലേക്ക് അവൻ്റെ പോയിട്ടുള്ള ഇലക്ട്രോൺ അതേപോലെ തിരിച്ച് എത്തുകയാണെങ്കിൽ സൈക്ലിക് ആയിരുന്നു. പക്ഷെ അത് തിരിച്ചെത്തണില്ല, നോൺ സൈക്ലിക് ആണ്. അതുകൊണ്ടാണ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ എന്ന് പറഞ്ഞത്. ഇതൊരിക്കലും സൈക്ലിക് അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ വരുന്ന പിന്നത്തെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ H2O ഇലക്ട്രോണാണ്, ഇവൻ്റെ ഇലക്ട്രോൺ അല്ല. സോ ആ ഇലക്ട്രോൺ ആർക്കാണ് പോകുന്നത്? LHCക്കാണ് പോകുന്നത്. അതെ, ഫോട്ടോ സിസ്റ്റം 1ൻ്റെ LHCക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇത് നോൺ സൈക്ലിക് ആണെന്ന് പറയാനുള്ളതിൻ്റെ മെയിൻ റീസൺ ആണ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ സൈക്ലിക് അല്ലാത്തത് എന്നുള്ളത്. ഡ്യൂറിങ് ദിസ് സൈക്കിൾ ഇലക്ട്രോൺ റിലീസ്ഡ് ഫ്രം PS2ൽ നിന്ന് റിലീസ് ചെയ്ത ഇലക്ട്രോൺ ഡസ് നോട്ട് റിട്ടേൺ ടു ഇറ്റ്. അതെന്തില്ല? തിരിച്ച് അവൻ്റെ ആ ഒരു PS2ക്ക് തിരിച്ചു വരുന്നില്ല. ഇറ്റ് ഈസ് നോൺ ആസ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. അപ്പോൾ പഠിച്ചു വെക്കുക, മനസ്സിലാക്കിയിട്ട് വെക്കുക. Both ATP and NADPH are synthesized by this kind of electron flow. ഈ ഒരു ഇലക്ട്രോൺ ഫ്ലോയിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? ഇതാ ഇവിടെ ATPയും സിന്തസൈസ് ചെയ്യുന്നുണ്ട്, NADPയും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യം കൂടെ പഠിക്കുക. ഇത്രയും പഠിച്ചാൽ നമ്മളെ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ ഫുള്ള് കഴിഞ്ഞു. ഈ ഡയഗ്രം നിങ്ങൾ മുമ്പ് വരക്കാൻ പഠിച്ചാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പഠിക്കുമ്പോൾ സെഡ് സ്കീമാണ്. ഈ സെഡ് സ്കീം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടേക്കും വേണ്ടി പഠിച്ചാൽ ആ ഒരു 2 ഡയഗ്രം സെയിം തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടെ പറയാണ്, ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ എന്ന് പറഞ്ഞാൽ ATP ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ എന്ന് പറഞ്ഞാൽ നോൺ സൈക്ലിക് ആയിട്ട് ATP ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിൽ PS1ഉം PS2 എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്. ഇത് നോൺ സൈക്ലിക് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് PS2ൽ നിന്ന് പോകുന്ന ഇലക്ട്രോൺ തിരിച്ച് അവൻ്റെ പൊസിഷനിലേക്ക് തന്നെ എത്തുന്നില്ല. അതുകൊണ്ടാണ് ഇത് നോൺ സൈക്ലിക് എന്ന് പറയാൻ കാരണം. ഈ ഒരു നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷനിൽ ATP ഉണ്ടാക്കുന്നുണ്ട്, NADPH ഉണ്ടാക്കുന്നുണ്ട്. സോ ഇൻ ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഈ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ കാര്യം നിങ്ങളെ മൈൻഡിലേക്ക് എത്തണം. രണ്ടാമത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ. സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, അത് സൈക്ലിക് ആണെന്ന് പഠിച്ചാൽ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ അതിൻ്റെ ഡയഗ്രം നമുക്ക് പഠിക്കാണ്ടത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ഈ ഡയഗ്രം എന്ന് പറഞ്ഞാൽ PS1ഉം PS2 ഉള്ളതാണ്. സോ ഇത് നോൺ സൈക്ലിക് ആണ്. സൈക്ലിക് ആവുന്ന കേസിൽ PS1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ പഠിക്കാണ്ട്. ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ എന്ന് പറഞ്ഞാൽ ATP ഉണ്ടാക്കുന്ന പ്രോസസ്സ്. സൈക്ലിക് ആയിട്ട് ATP ഉണ്ടാക്കുകയാണെങ്കിൽ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ. ഇറ്റ് ഈസ് ദി ടൈപ്പ് ഓഫ് ഫോസ്ഫോർ റിലേഷൻ. ഇതൊരു ടൈപ്പ് ഓഫ് ഫോസ്ഫോർ റിലേഷൻ ആണ്. ഇൻ വിച്ച് ഇവിടെ ഓൺലി PS1 ഈസ് ടേക്കിംഗ് പാർട്ട്. അതായത് ഇവിടെ PS1 മാത്രമേ ഉള്ളൂ. എന്തിന്? ഈ ഒരു ഫോട്ടോ ഫോസ്ഫോർ റിലേഷനിൽ PS1 മാത്രമേ ഉള്ളൂ. PS1 മാത്രം നടക്കുള്ളൂ. കഴിഞ്ഞതിൽ PS1 ഉണ്ടായിരുന്നു, PS2 ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് PS1 മാത്രമേ ഉള്ളൂ ഫോസ്ഫോർ റിലേഷനിലുള്ളൂ. ഈ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഈ ഒരു റിയാക്ഷൻ്റെ സൈക്ലിക് ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് ഇത് LHC ആണ്, അതായത് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. ആ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൽ എന്തുണ്ടാവും? ഒരു ക്ലോറോഫിൽ ഉണ്ടാവും. ഏത് ക്ലോറോഫിൽ? ഇത് പിഗ്മെൻറ്റ്സ്. അത് ഫോട്ടോ സിസ്റ്റം 1 ആയ LHC ആണ്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആയതുകൊണ്ട് അതിൽ P700 ആയിരിക്കും. ആ ഒരു LHCയിൽക്ക് 700 ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ്.
സോ ഇതെന്ന് പറഞ്ഞാൽ LHC ആണ്. ഇതിലേക്ക് എന്ത് ചെയ്യും, ലൈറ്റ് വരും. ലൈറ്റ് ആർബക്സിൻ കോംപ്ലക്സ് ആണ്, ഇതിലേക്ക് ലൈറ്റ് വരും. ലൈറ്റ് വരുന്ന സമയത്ത് ഈ ഇലക്ട്രോൺ ഇവിടുന്ന് ഇജക്റ്റ് ആവും. ആ ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് പോകും. ആ ഇലക്ട്രോൺ എങ്ങോട്ട് കൊടുക്കും, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, സൈറ്റോക്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമൊക്കെ അതിലുണ്ട്, ഉള്ളിലുണ്ട് നമ്മൾ പറഞ്ഞു. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൊടുക്കും. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവിടെ ATP ഉണ്ടാക്കും. സോ എന്ത് ചെയ്യും, ആ ഇലക്ട്രോൺ തിരിച്ച് അവർക്ക് LHC തന്നെ കൊടുക്കും. സോ നോക്കുക, ഇവിടെ പിഗ്മെന്റ് സിസ്റ്റം 1ൽ നിന്ന് LHCയിൽ നിന്ന് ആ ക്ലോറോഫിൽ നിന്ന് ചാടി പോയിട്ടുള്ള ഇലക്ട്രോൺ തിരിച്ച് അവിടെ തന്നെ എത്തി. ഇത് സൈക്ലിക് ആണ്. ഇവിടെ ATP ഉണ്ടാക്കുന്നുണ്ടോ, ATP ഉണ്ടാക്കുന്നുണ്ട്. ADP എന്ന് പറഞ്ഞിട്ടുള്ള അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് അവിടെയുള്ള ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയ IPനോട് കൂടി ചേർന്നിട്ട് എന്തായി മാറുന്നുണ്ട്, ATP ആയി മാറുന്നുണ്ട്. സോ ആ ഒരു സെക്ഷൻ നമ്മളിത് കംപ്ലീറ്റ് ആയി. സോ ഇത്രയും കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുന്നത് ഒരു കുറച്ച് പണിയുള്ളൊരു പാടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് ഡിസ്കഷനിലേക്ക് വേഗം വരാനുള്ള കാരണം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് പഠിക്കുക, ടേക്കിംഗ് ബാത്ത് ആൻഡ് ദി ഇലക്ട്രോൺ റിലീസ്ഡ് ഫ്രം ദി റിയാക്ഷൻ സെൻറ്റർ P700. അതായത് റിയാക്ഷൻ സെൻറ്ററിൻ്റെ പേരെന്താണ്, P700 ആണ്. കാരണം റിയാക്ഷൻ സെൻറ്ററിൻ്റെ പേര് P700 ആവാനുള്ള കാരണം എന്താ, അത് പിഗ്മെന്റ് സിസ്റ്റം 1 ആണ്. പിഗ്മെന്റ് സിസ്റ്റത്തിലുള്ള റിയാക്ഷൻ സെൻറ്ററിൻ്റെ പേരാണ് P700. ഇനി ഫോട്ടോ സിസ്റ്റം 2ൻ്റെ റിയാക്ഷൻ സെൻറ്റർ ആയിരിക്കും, അത് P680 ആയിരിക്കും. റിയാക്ഷൻ പിഗ്മെന്റ് സിസ്റ്റം 2ൻ്റെ കേസിൽ ഇവിടെ പറഞ്ഞ റിയാക്ഷൻ സെൻറ്റർ P700ക്ക് റിട്ടേൺ ടു ആഫ്റ്റർ പാസിംഗ് ത്രൂ എ സീരീസ് ഓഫ് കാരിയേഴ്സ്. അതായത് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോൺ കാരിയർ ആയിട്ട് പോയിട്ട് തിരിച്ച് അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ അവിടെ തന്നെ എത്തുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞിട്ടുള്ളത്. ദി സൈക്ലിക് ഫോട്ടോഫോസ്ഫോർ റിലേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദി സ്ട്രോമ ലാമെല്ല ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ്. ഇത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രോമ ലാമെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെയറിലാണ് ഈ ഒരു റിയാക്ഷൻ അഥവാ സൈക്ലിക് ഫോട്ടോഫോസ്ഫോർ റിലേഷൻ നടക്കുക. ഈ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറേഷൻ ശരിക്കും നടക്കുന്നത് തൈലക്കോഡ് ലെയറിലാണ്. തൈലക്കോഡ് ലെയറിൽ ഒരു ലെയറിൽ ഈ ഒരു PS1 ഉണ്ടാവും, ഈ ഒരു ലെയറിൽ PS2 ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഇലക്ട്രോൺ ഇജക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ എവിടേക്ക് പോകും, ആ PS2ലേക്ക് പോകും. പിന്നെ PS2ൽ നിന്ന് PS1ലേക്ക് പോകും. അവിടെ NADP ഉണ്ടാക്കും, ഇവിടെ ATP ഉണ്ടാക്കും. അങ്ങനെയാണ് ശരിക്ക് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോർ റിലേഷൻ ഉണ്ടാവുക. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുക തൈലക്കോയിഡ് ലെയറിലാണ്. തൈലക്കോയിഡ് ലെയർ ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പിഗ്മെന്റ് സിസ്റ്റം 2 ഉണ്ടാവും, ഇവിടെ പിഗ്മെന്റ് സിസ്റ്റം 1 ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിസ്റ്റം ഇരിക്കും. ഈ ഇലക്ട്രോൺ ലൈറ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിന് ഇലക്ട്രോൺ ഇജക്റ്റ് ആവും. ആ ഇലക്ട്രോൺ ഇജക്റ്റ് ആയി ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ PS1ലേക്ക് പോകും. ഇവിടെ NADP ഉണ്ടാക്കും. ഇതിൻ്റെ ഇടയിൽ ഇവിടെ ATP ഒക്കെ ഉണ്ടാക്കും. സോ ഈ ഒരു ഡയഗ്രം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ച് അടുത്ത സെക്ഷനിൽ നമുക്ക് കുറച്ച് പറയാനുണ്ട്. ആ സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, പറയുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോർ റിലേഷനിലും സൈക്ലിക് ഫോട്ടോഫോസ്ഫോർ റിലേഷനിലും പഠിക്കുക. ഇതെന്ത് ചെയ്യുക, ഈ ഒരു ഡയഗ്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറേഷൻ്റെ കാര്യം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 പോയിന്റ് കൂടെ പറഞ്ഞാൽ ആ ടോപ്പിക് കംപ്ലീറ്റ് ആവും. സൈക്ലിക് ഫോസ്ഫോർ റിലേഷനിൽ നമുക്ക് പഠിക്കാനുള്ള വേറെ കാര്യമാണ്, ദിസ് ഹാപ്പൻസ് ബിക്കോസ് ദി സ്ട്രോമ ലാമെല്ല ഡസ് നോട്ട് പ്രോസസ് എൻസൈം NADP റിഡക്റ്റേഴ്സ് ആൻഡ് PS2. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിഗ്മെന്റ് സിസ്റ്റം 2 ഇല്ല, NADP റിഡക്റ്റേഴ്സും ഇല്ല. NADP റിഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ഈ എൻസൈം എന്ന് പറഞ്ഞാൽ NADP പ്ലസിനെ NADPH ആക്കി മാറ്റുന്ന ഒരു എൻസൈമാണ് ഈ NADP എൻസൈം, NADP റിഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. NADP പ്ലസ് NADPH ആയി മാറുന്ന പ്രോസസ്സ് നമ്മൾ ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫറിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നോൺ സൈക്ലിക് ഫോസ്ഫോർ റിലേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് എന്തില്ല, അങ്ങനെ NADP എന്ന് പറഞ്ഞിട്ടുള്ള റിഡക്റ്റേഴ്സും ഇല്ല, PS2 ഇല്ല, എവിടെ ഇല്ല, സ്ട്രോമ ലാമെല്ലയിലില്ല. ഈ ഒരു സൈക്ലിക് ഫോട്ടോഫോസ്ഫോർ റിലേഷന് സ്ട്രോമ ലാമെല്ലയിലാണ് നടക്കുക എന്നുള്ളത് പറഞ്ഞു. ഈ ഒരു പിഗ്മെന്റ് സിസ്റ്റം 2ഉം അതേപോലെ NADP റിഡക്റ്റേഴ്സും എവിടെ ഇല്ല, ഈ സ്ട്രോമ ലാമെല്ലയിലില്ല. സോ അതുകൊണ്ടാണ് ഇത് നോൺ സൈക്ലിക്കായി നടക്കുന്നത്. നോൺ സൈക്ലിക് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആര് വേണം, പിഗ്മെന്റ് സിസ്റ്റം 2ഉം വേണം. പിന്നെ ഈ ഒരു NADP പ്ലസ് NADPH ആവാൻ വേണ്ടിയിട്ട് NADP റിഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമും വേണം. ഇവിടെ 2 എൻസൈം ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ അവിടെ നടക്കുന്നത്. ദി സൈക്ലിക് ഫ്ലോ ഹെൻസ് റിസൾട്ട് ഓൺലി ഇൻ ദി സിന്തസിസ് ഓഫ് ATP ബട്ട് നോട്ട് NADPH. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോർ റിലേഷനിൽ ATP മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, NADP ഉണ്ടാക്കുന്നില്ല. നോൺ സൈക്ലിക് ആണെങ്കിലോ, നോൺ സൈക്ലിക്കിൻ്റെ കേസിൽ ATP ഉണ്ടാക്കുന്നുണ്ട്, NADP ഉണ്ടാക്കുന്നുണ്ട്. Cyclic photophospor relation also occurs when only late of wavelength beyond 680 nm are available for excitation. അതായത് ഇവിടെ പിഗ്മെന്റ് സിസ്റ്റം 680 ആണുള്ളത്, 680 അല്ല, P700 ആണ് ഇവിടെയുള്ള പിഗ്മെന്റ് സിസ്റ്റം 1ലുള്ള വേവ് ലെങ്ത് എന്ന് പറയുന്നത് P700 ആണ്. പക്ഷേ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൾസോ ഒക്കേഴ്സ് വെൻ ഓൺലി, അത് നടക്കും വെൻ ഓൺലി വേവ് ലെങ്ത് ബിയോണ്ട് 680 nm ആർ അവൈലബിൾ ഫോർ എക്സൈറ്റേഷൻ. അതായത് ഇത് 650 ബിയോണ്ട് 650 ആയാലും അതിൻ്റെ വേവ് ലെങ്ത് ബിയോണ്ട് 650 ആയി കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടാവും.
സോ അവിടെ നമുക്ക് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ നടക്കും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷനും ഫുൾ ഡയറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്നുള്ളതാണ്. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠത്തിൽ വളരെ ടഫായിട്ടുള്ളൊരു പാഠമാണ്, അല്ലെങ്കിൽ ടോപ്പിക്കാണ്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് നോക്കിയിട്ടാണെങ്കിലും പലതരം നോട്ടുകളിലും ടെക്സ്റ്റിലൊക്കെ നോക്കി വായിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. ഞാനിതിൻ്റെ എക്സ്പ്ലനേഷൻ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പല നോട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ കാര്യം ക്ലിയർ ആവും. ഞാൻ ആദ്യം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഫുള്ളായിട്ട് പറയും, അതിന് ശേഷം അതിന് നോട്ട് കാണിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കും. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ATP ഉണ്ടാവുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ പറയുന്നതാണ് ഈ ഒരു ഹൈപ്പോത്തസിസ്. ഈ ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ് ATP സിന്തസിസ് എങ്ങനെയാണെന്നുള്ളത് പറയുന്നത്. നമ്മൾ പറഞ്ഞു ATP ഉണ്ടാക്കുന്നത് ADP നെറ്റ് കൂടി ചേർന്ന് ATP ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. ആ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, ആ ഒരു കാര്യത്തിൻ്റെ ATP ഉണ്ടാക്കുന്നതിൻ്റെ ആ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനാണ് ഈ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമ്മൾക്ക് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് തൈലക്കോഡ് മെംബ്രെയിനിലാണ്. ഫസ്റ്റ് ഞാൻ വരക്കും തൈലക്കോഡ് മെംബ്രെയിൻ വരക്കും. തൈലക്കോഡ് മെംബ്രെയിൻ വരച്ചിട്ട് അതിലുള്ള സാധനങ്ങൾ കാണിച്ച് തന്നിട്ടാണ് ഞാൻ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ തൈലക്കോയിഡ് മെംബ്രെയിൻ വരച്ചിട്ടുണ്ട്. ഈ മെംബ്രെയിൻ എന്ന് പറയുന്നതാണ് തൈലക്കോയിഡ് മെംബ്രെയിൻ ആണിത്. നമ്മൾ ഇത് റഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വരക്കിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് വേണ്ടി വരും. സോ ഇത് തൈലക്കോയിഡ് മെംബ്രെയിനാണ്. ഈ തൈലക്കോയിഡ് മെംബ്രെയിനിൽ ഇതിൻ്റെ ഈ ഒരു മെംബ്രെയിൻ എന്ന് പറയുന്ന തൈലക്കോയിഡ് മെംബ്രെയിനും ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സ്ട്രോമ. ഇത് ഔട്ടർ മോസ്റ്റ് സ്ട്രോമയാണ്. ഈ ഒരു തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ട്രോമയാണ്. ഇത് എന്ന് പറഞ്ഞാൽ തൈലക്കോയിഡ് മെംബ്രെയിൻ ആണ്. ഇത് തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ ഉള്ളിലത്തെ ഏരിയയാണ്. അതിന് നമ്മൾ ല്യൂമൺ എന്നാണ് പറയുക. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പോർഷന് നമ്മൾ ല്യൂമൺ എന്നാണ് പറയുക. ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. നമ്മൾക്ക് പിഗ്മെൻറ്റ് സിസ്റ്റം 1 പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഒക്കെ വരച്ചിട്ടുണ്ട്. സോ തൈലക്കോയിഡ് മെംബ്രെയിനിൽ പിഗ്മെൻറ്റ് സിസ്റ്റം 1, 2 ആണ് ഈ ഇരിക്കുന്നത്. പിഗ്മെൻറ്റ് സിസ്റ്റം 1 ആണ് ഈ സൈഡിൽ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ, അത് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആ ഒരു സെക്ഷനിൽ പറഞ്ഞതാണ്. സൈറ്റോക്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഈ സെൻറ്ററിൽ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം സൈറ്റോക്രോം ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത്. ഈ ഒരു ATP ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഞാൻ പറയണം, എങ്ങനെയാണ് ഒരു ഇതിൽ ATP ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഈ ഹൈപ്പോത്തസിസ് വെച്ച് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു PS1-ൽ ഈ ഒരു PS1-ൻ്റെ ഈ ഒരു സൈഡിലാണ് നമുക്ക് വാട്ടറിൻ്റെ സ്പ്ലിറ്റിംഗ് ഉണ്ടാവുക. നമ്മൾ അത് PS1 അല്ല, PS2. ഇത് PS2 ആണ്, ഇത് PS1 ആണ്. സോ ഈ PS2-ൻ്റെ സൈഡിൽ വാട്ടറിൻ്റെ സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താവും, PS2-ക്ക് വേണ്ടി ഇലക്ട്രോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് H2O സ്പ്ലിറ്റ് ആയിട്ട് H+ഉം ഇലക്ട്രോണും അതേപോലെ ഓക്സിജനും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, അത് ആ ഒരു PS2-ന് കൊടുക്കും. ഇവിടെ ഈ H+, ആ H+ ല്യൂമണിൽക്കാണ് വരിക. ഇങ്ങനെ സ്പ്ലിറ്റ് ആകുമ്പോൾ ആ H+ എന്ത് ചെയ്യും, ഇവിടെ കുറേ H+ വരും. അത് ഈ സ്പ്ലിറ്റ് കാരണം ഇവിടെ H+ കുറേ വാട്ടർ ഇങ്ങനെ സ്പ്ലിറ്റ് ആവും, കുറേ വാട്ടർ മോളിക്കൂൾ അതൊക്കെ സ്പ്ലിറ്റ് ആയിട്ട് ആ ല്യൂമണിൽ H+ വരും. ഇവിടുന്ന് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അതായത് ഇവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇവിടുന്ന് ഈ ഇതിൽ കൂടെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ PS1-ലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യണ ആ ഒരു സമയത്തിൽ ആ മൂവ് ചെയ്യണ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ H+ലല്ല സ്ട്രോമയിലുള്ള H+ഉം ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ ഇവിടെ എത്തും, ല്യൂമണിലെത്തും. ഈ ല്യൂമണിലെത്തും കൃത്യമായിട്ട് മനസ്സിലാക്കുക എങ്ങനെയൊക്കെയാണ് ല്യൂമണിൽ H+ വരുന്നത്. അതായത് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. H+നെയാണ് നമ്മൾ പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന കേസ് എന്ന് പറയുന്നത് വെള്ളം സ്പ്ലിറ്റ് ആവുകയാണ്. നമ്മൾ ഈ ലൂമൺ വരച്ചു, ഈ തൈലക്കോഡ് ലൂമൺ വരച്ചു. ആ വരച്ചതിന് ശേഷം നമ്മൾ PS1, PS2 അതേപോലെ സൈറ്റോക്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കാര്യങ്ങൾ പറയാണ്. ഈ ഒരു PS2-ൻ്റെ സൈഡിൽ എപ്പോഴും ആരുണ്ടാവും, വെള്ളം സ്പ്ലിറ്റ് ആവും അല്ലേ. വെള്ളം സ്പ്ലിറ്റ് H2O സ്പ്ലിറ്റ് ആയിട്ടുമാണല്ലോ അവിടേക്കുള്ള ഇലക്ട്രോണും H+ ഒക്കെ കിട്ടാൻ. സോ ഇവിടേക്ക് ഇലക്ട്രോണും H+ഉം ഇവിടെ സ്പ്ലിറ്റ് ആവും. അത് വെള്ളം സ്പ്ലിറ്റ് ആയാലും H+, ഇലക്ട്രോണ് അതേപോലെ ഓക്സിജനും ഉണ്ടാവും.
ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇതിലേക്ക് പോവും, H+ ആ ഒരു ല്യൂമണിക്ക് വരും, ഈ ഓക്സിജൻ ഇതിൽ കൂടെ ഡിഫ്യൂസ് ആവും, പുറത്തേക്ക് ഡിഫ്യൂസ് ആവും. കാരണം ആ ഓക്സിജൻ പുറത്തേക്ക് പോകാനുള്ളതാണ്, അത് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ പുറത്ത് പോവുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതിലേക്ക് വരുന്ന ഇലക്ട്രോൺ അല്ലേ, ഇലക്ട്രോൺ എങ്ങനെ ട്രാൻസ്ഫർ ആവും, ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ PS1 ആ ഇലക്ട്രോൺ അവിടെ എത്തുന്ന സമയത്ത് H+ അഥവാ സ്ട്രോമയിലും H+ ഉണ്ട്. ഈ സ്ട്രോമയിൽ എങ്ങനെ H+ വന്നു എന്നുള്ളത് നമ്മൾ അവസാനമാകുമ്പോൾ പറയാം. ഈ സ്ട്രോമയിലുള്ള H+ ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സ്ട്രോമയിലുള്ള H+ എങ്ങോട്ട് എത്തും, തിരിച്ച് ഈ ല്യൂമണിക്ക് വരും, തിരിച്ച് നല്ല ആ ല്യൂമണിക്ക് എത്തും. സോ ഇവിടെ H+ കുറേ ആവും. അങ്ങനെ H+ ഗ്രേഡിയൻ്റ് ഇവിടെ കൂടും, അതായത് H+ൻ്റെ കണ്ടന്റ് കൂടും. എങ്ങനെ H+ൻ്റെ കണ്ടന്റ് കൂടുക, H2O സ്പ്ലിറ്റ് ആകുമ്പോൾ ഇവിടെ H+ എത്തും. അതേപോലെ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സൈറ്റോക്രോമിൻ്റെ ഉള്ളിൽ കൂടെ സൈറ്റോക്രോം എന്ത് ചെയ്യും, അവിടെ H+ ഇങ്ങോട്ട് കടത്തി വിടുകയും ചെയ്യും. ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ H+ കുറേ വരും. നമുക്കറിയണ വേറൊരു കാര്യമാണ്, ഈ ഒരു PS1 സൈഡിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ടാവും. PS1 സൈഡിൽ എന്താ സംഭവിക്കുക, ഈ NADP എന്ന് പറഞ്ഞിട്ടുള്ള സാധനം NADPH ആവും. നമുക്കറിയണതാണ്, അത് H+നായിട്ട് കൂടി ചേർന്നിട്ട് NADP H+നായിട്ട് കൂടി ചേർന്നിട്ട് NADPH ആവും എന്നുള്ള കേസ് നമുക്കറിയാം. ഇതിനാവശ്യമായ H+ എവിടെ നിന്ന് എടുക്കുക, അത് സ്ട്രോമയിൽ നടക്കുന്ന പ്രോസസ്സാണ്. അഥവാ ഈ PS1 അടുത്താണ് ആ പ്രോസസ്സ് നടക്കുക, സ്ട്രോമയിൽ നടക്കുന്ന പ്രോസസ്സാണ്. അവിടുന്ന് H+ എടുത്ത് നടക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഒരു സൈഡിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ അവിടെ എങ്ങനെയുണ്ട് NADP+ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ NADP ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ഈ ഒരു PS2 അടുത്ത് വാട്ടർ സ്പ്ലിറ്റ് ആവുന്ന കേസൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ അതേപോലെ തന്നെയാണ് ഇവിടെ എന്തുണ്ടാവുക, ഈ സൈഡിൽ എന്തുണ്ട്, ഒരു വെള്ളം സ്പ്ലിറ്റ് ആവും, അങ്ങനെ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കും. അതേപോലെ NADP+ അതിൻ്റെ ഈ ഒരു PS1 അടുത്ത് NADPH ഉണ്ടാക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കാണിച്ചാണ്. ഇത് നടക്കുന്ന എക്സാക്ട് പൊസിഷനാണ് ഈ വരച്ചിട്ടുള്ളത്. സോ നമുക്ക് ആ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. മൂന്നാമത് അല്ലെങ്കിൽ ഈ ഒരു നാലാമത് ഈ ഒരു ലെയറിലുള്ള വേറൊരാളാണ് ഇവിടെ ഒരു എൻസൈം ഉണ്ടാവും, ATPase എൻസൈം എന്ന് പറഞ്ഞാൽ ATP ഉണ്ടാക്കുന്ന ആൾ. സോ ഇതാണ് ശരിക്കും ATP ഉണ്ടാക്കുന്ന സ്ഥലം. ഇവിടെ ഒരു ATPase എൻസൈം ഉണ്ടാവും ഈ ഒരു ലെയറിൽ. ഇവർക്ക് രണ്ടാക്കും കൂടെ പറഞ്ഞ പേരാണ് ATPase. അതായത് ഇത് എന്ന് പറഞ്ഞാൽ F0 മോളിക്യൂളാണ്, ഇതെന്ന് പറഞ്ഞാൽ F1 മോളിക്യൂളാണ്. ATPase എൻസൈമിൻ്റെ F0 മോളിക്യൂളാണിത്, ഇത് F1 മോളിക്യൂളാണ്. ഇവിടെ എന്തുണ്ടാവും, ഒരു ATPase എൻസൈം ഇരിക്കണുണ്ടാവും. ഈ ലെയറിലുള്ള സാധനങ്ങളാണ്. ഈ ലെയറിൽ PS2 ഉണ്ട്, PS1 ഉണ്ട്, സൈറ്റോക്രോം എന്ന് പറഞ്ഞ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ഈ ATPase എൻസൈം ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ട് ഇവിടുത്തെ ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ആയി, H+ൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. എങ്ങനെ H+ൻ്റെ എണ്ണം ഇവിടെ നിന്ന് കൂടിയത്, ഈ H+ അത് വെള്ളം സ്പ്ലിറ്റ് ആകുമ്പോൾ ഇവിടെ കുറേ H+ വരും. അതേപോലെ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് മൂവ് ചെയ്യുമ്പോഴും ഇവിടുന്ന് അവരുടെ സ്ട്രോമയിലുള്ള H+ മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ കാക്കും. ഈ ഒരു കണ്ടീഷനാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യും, പ്രോട്ടോൻ്റെ ഗ്രേഡിയൻറ്റ് കൂടും, H+ൻ്റെ അളവ് കൂടും. H+ കൂടിക്കഴിഞ്ഞാൽ അവിടെ അസിഡിറ്റി കുറയും, pHൻ്റെ വാല്യൂ കൂടും. ഇങ്ങനൊരു കണ്ടീഷനിൽ ഇലക്ട്രോൺ ഗ്രേഡിയൻറ്റ് ല്യൂമണിൽ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് H+ന് പറഞ്ഞ പേരാണ് പ്രോട്ടോണിൻ്റെ ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ആയാൽ ഇവിടെ ഒരു പ്രത്യേക ഒരു പ്രോസസ്സ് നടക്കും. ഈ ഒരു H+ ഗ്രേഡിയൻറ്റ് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവും. H+ എന്ത് ചെയ്യും, പുറം തള്ളപ്പെടാൻ പോവും. അങ്ങനെ H+ ഒരു ലിമിറ്റ് ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഈ H+, അത് ഇൻക്രീസ് ആയിട്ടുള്ള H+, അതെന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ഏതിൽ കൂടെ വരും, ഈ ATPase എൻസൈമിലൂടെ പുറത്ത് വരും H+. ഇങ്ങനെ ATPase എൻസൈമിലൂടെ പുറത്ത് വരുമ്പോഴാണ് ഇവിടെ ATP ഉണ്ടാവുക. ഈ ഒരു പ്രോസസ്സിൽ ഇങ്ങനെ H+ വരുന്ന ഈ ഒരു സമയത്താണ് അവിടെ ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റിനായിട്ട് കൂടി ചേർന്നിട്ട് ATP ആവുക. അതായത് ഈ ഒരു പ്രോട്ടോൺ വരുന്ന സമയത്ത് ആ ഒരു പ്രോട്ടോൺ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ATP ADP ആയി മാറുക. ATP അല്ല, ADP ATP ആയിട്ട് മാറുക. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഈ ഒരു പ്രോസസ്സാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോസിസ് എന്ന് പറയുന്നത്. കെമിയോസ്മോട്ടിക് ഹൈപ്പോസിസ് അല്ലെങ്കിൽ കെമിയോസ്മോട്ടിക് ഹൈപ്പോസിസ് എന്ന് പറയാറുണ്ട്. കെമിയോസ്മോട്ടിക് ഹൈപ്പോസിസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാം. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഈ ഹൈപ്പോത്തിസിസ് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾ റിപ്പീറ്റഡായി കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ATP ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ കാണിക്കാനാണ്. എങ്ങനെ H+ ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ആവുന്ന സമയത്ത് H+ ഗ്രേഡിയൻറ്റ് കാരണം ATP ഉണ്ടാവുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഇതിൽ നമ്മൾ പറയുന്ന കേസിൽ ആദ്യം നമ്മൾ തൈലക്കോയിഡ് ലൂമൺ വരച്ചിട്ടുണ്ട്. ഈ തൈലക്കോയിഡ് ലൂമൺ, അത് തൈലക്കോയിഡ് ലെയറിൽ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അവിടെ ആദ്യം നമുക്ക് എന്തുണ്ട്, ഈ ഒരു മെംബ്രെയിനിൽ ഒരു PS2 എന്ന് പറഞ്ഞിട്ടുള്ള PS2 ഫോട്ടോ സിസ്റ്റം 2 ഉണ്ട്, ഇവിടെ ഫോട്ടോ സിസ്റ്റം 1 ഉണ്ട്.
ഇവിടെ സെൻട്രലിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു ATPase എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ല്യൂമണിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തൈലക്കോഡ് മെമ്പറിൽ ഉണ്ടെന്ന് പഠിക്കുക. ഇതിന് ഫുൾ പോർഷനും സെൻട്രൽ പോർഷനിലെ ല്യൂമൺ, ഈ ഒരു ഏരിയയ്ക്ക് ല്യൂമൺ എന്ന് പറയും, ഇതിന് സ്ട്രോമ എന്ന് പറയും. നമ്മൾ ഈ ഒരു PS1 ഈ സിസ്റ്റത്തിൽ പിഗ്മെന്റ്സ് ഫോട്ടോ സിസ്റ്റം 1ൽ എപ്പോഴും അതിൻ്റെ സൈഡിൽ എന്തുണ്ടാവും, H2O സ്പ്ലിറ്റ് ആവും. H2O സ്പ്ലിറ്റ് ആയിട്ട് H+ഉം ഇലക്ട്രോണും ഓക്സിജനും ഉണ്ടാവും. ഈ ഉണ്ടാവുന്നതിൽ ഈ ഇലക്ട്രോൺ പിഗ്മെന്റ് സിസ്റ്റം 1ൽ 2ക്ക് പോകും, അതങ്ങനെ 1ലേക്ക് പോകും. നമ്മൾ ആ പറഞ്ഞിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അവിടെ നടക്കും. ഇവിടെയുള്ള ഈ ഒരു H+ ഇവിടെ എന്ത് ചെയ്യും, ഈ ലൂമനിലേക്ക് പോകും. അങ്ങനെയാണ് ഇവിടെ നടക്കുക. ഈ ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് പുറത്തു പോകും. ഈ പ്രോസസ്സ് നടക്കുകയാണ്. അങ്ങനെ ഇലക്ട്രോൺ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, പിഗ്മെന്റ് സിസ്റ്റം 1ലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു എനർജി ഉപയോഗിച്ചിട്ട് ഈ സ്ട്രോമയിലുള്ള H+ ഉണ്ടല്ലോ, ആ സ്ട്രോമയിലുള്ള H+ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അഥവാ സൈറ്റോക്രോമിൽ കൂടെ നമ്മൾ ലൂമണിലെത്തും. സൈറ്റോക്രോം B, സൈറ്റോക്രോം F എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ആ സൈറ്റോക്രോമിലൂടെ നമ്മൾ ലൂമണിലെത്തും. ഇവിടെ H2O കാരണമുള്ള H+ കുറേ വരുന്നുണ്ട്. ഈ ലൂമൺ അഥവാ സൈറ്റോക്രോമിൽ കൂടെ കുറേ എണ്ണം ലൂമണിലെത്തുന്നുണ്ട്. അങ്ങനെ എന്താവും, ഇവിടെ H+ന്റെ കോൺസെൻട്രേഷൻ കൂടും, ഗ്രേഡിയൻറ്റ് കൂടും. അങ്ങനെ H+ന്റെ ഗ്രേഡിയൻറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഈ ഒരു H+ ഗ്രേഡിയൻറ്റ് പൊട്ടും. ആ ലിമിറ്റ് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവും. H+ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ആവുമ്പോൾ ഈ H+ ഇതിൽ കൂടിയും ഈ ATPase എൻസൈമിൽ കൂടെ പുറത്ത് വരും. ATPase എൻസൈമിൽ കൂടെ F0 ആൻഡ് F1 എന്ന് പറഞ്ഞതിൽ കൂടെയാണ് അത് പുറത്ത് വരിക. അങ്ങനെ F0 എന്ന് പറഞ്ഞത് F1ൽ കൂടെ അത് കടന്നു വരുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും. ഈ F0 എനർജി ഒന്നും ഉപയോഗിക്കില്ല, F0 എനർജി ഒന്നും ഉപയോഗിക്കില്ല, F1 എനർജി ഉപയോഗിക്കും. ആ എനർജി ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള ADP എന്താക്കി മാറ്റും, ATP ആയി മാറും, ഇനോർഗാനിക് ഫോസ്ഫേറ്റിനോട് കൂടി ചേർന്നിട്ട്. ഈ ഒരു പ്രോസസ്സാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഈ ഒരു കണ്ടീഷനിൽ H+ മൊത്തം ഇവിടെ എത്തും. നമ്മൾ ഈ H+ ഇവിടെ ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ആയ കണ്ടീഷൻ ആലോചിക്കുക. അവിടെ ഇൻക്രീസ് ആവുന്ന കണ്ടീഷൻ ഈ ഒരു PS1ൻ്റെ അടുത്തുള്ള NADPH ഫോം ചെയ്യാത്ത സാഹചര്യം വരും. അതായത് ഇവിടെ നമ്മൾ H+ കുറേ കൂടി, ഇവിടുന്ന് H+ വരുന്നുണ്ട്, H+ഉം ഇവിടുന്ന് ഈ വെള്ളം അഥവാ വാട്ടർ സ്പ്ലിറ്റ് ആകുമ്പോഴുള്ള H+ ഇവിടെ വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഈ ഒരു സ്ട്രോമയിലുള്ള H+ മൊത്തവും കുറയും, ഇവിടെ NADPH ഇല്ലാതെ വരും. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ആ ഒരു H+ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. ആ ഗ്രേഡിയൻറ്റ് എന്തെങ്കിലും ബ്രേക്ക് ആവും. അങ്ങനെ ബ്രേക്ക് ആകുമ്പോൾ H+ മൊത്തം പുറത്തെത്തും. അങ്ങനെ സ്ട്രോമയിൽ മൊത്തം എങ്ങനെ വരും, H+ വരും. അങ്ങനെ സ്ട്രോമയിൽ ആ H+ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ADP ATP ആയിട്ട് മാറുക. ഇതാണ് ATP സിന്തസിസ് നടക്കുക. അങ്ങനെ ATP സിന്തസിസ് അവിടെ നടക്കും. ഇങ്ങനെ ഈ സ്ട്രോമയിലേക്ക് H+ വന്നാൽ ഈ NADPൻ്റെ ഒപ്പം H+ ഫോം ചെയ്തിട്ട് NADPH ഫോം ചെയ്യാനും പറ്റും. സോ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ പറയുന്നത് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ATP ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഈ ഒരു കാര്യം കൃത്യമായിട്ട് കേൾക്കുക. ഈ ലൂമൻ്റെ ഉള്ളിലുള്ള H2O സ്പ്ലിറ്റ് ആവുകയും അവിടെ H+ ഫോം ചെയ്യും. ഇവിടെ ഇലക്ട്രോൺ ഇതിൽ കൂടെ PS2ൽ നിന്ന് PS1ലൂടെ പോകുന്ന സമയത്ത് ആ ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ട് സ്ട്രോമയിൽ നിന്നുള്ള H+ഉം ഇവിടെ എത്തും. അങ്ങനെ ഇവിടെ H+ന്റെ കോൺസെൻട്രേഷൻ കൂടും, ഗ്രേഡിയൻറ്റ് കൂടും. എങ്ങനെയാണ് കൂടുന്നത്, H2O സ്പ്ലിറ്റ് ആകുമ്പോൾ H+ ഉണ്ട്, അവിടുന്ന് ഉള്ളിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആകുമ്പോൾ അവിടുന്ന് H+ ഇങ്ങോട്ട് കടത്തി വിടുന്നുണ്ട്. സോ ഈ ഒരു കണ്ടീഷനിൽ H+ ഇവിടെ കുറേ ഇൻക്രീസ് ആവും. ഈ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യും, H+ ഇവിടെ കൂടുമ്പോൾ ഈ പുറത്തുള്ള H+ കുറയും, ഈ NADPH ഫോം ചെയ്യാനുള്ള H+ അവിടെ ഉണ്ടാവില്ല. ആ ഒരു കണ്ടീഷനാണ് H+ ഗ്രേഡിയൻറ്റ്, അതായത് H+ കൂടിയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷനിൽ H+ ഗ്രേഡിയൻറ്റ് പൊട്ടുകയും അങ്ങനെ കണ്ടീഷൻ വന്നാൽ അത് ബ്രേക്ക് ആവുന്ന സമയത്ത്, മാക്സിമം വന്നാൽ അത് ബ്രേക്ക് ആവുന്ന സമയത്ത് ഈ ATPase എൻസൈമിലൂടെ ആ ഒരു H+ എന്ത് ചെയ്യും, പുറം തള്ളും. അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു H+ അത് പുറത്ത് വരുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും. എനർജി റിലീസ് ചെയ്യുമ്പോൾ അത് F1 പാർട്ടികൾ, ATPase എൻസൈമിൻ്റെ F1 പാർട്ടികൾ അത് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യുകയും അവിടെയുള്ള ADPനെ എന്താക്കി മാറ്റും, ATP ആക്കി മാറ്റുകയും ചെയ്യും. സോ ഈ ഒരു എക്സ്പ്ലനേഷൻ ഇങ്ങനെ കേട്ടാൽ മതി. എന്നിട്ട് നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കുക, ഈ ഒരു ഡയഗ്രം നിങ്ങൾ വരച്ചെടുക്കുക, വരച്ചു പഠിക്കുക. ഇനി നമ്മളതിൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഓരോ സെൻറ്റൻസ് വെച്ചിട്ട് നോട്ട് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. നിങ്ങളിത് മൊത്തമായിട്ട് ആ ഒരു കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസിൻ്റെ ഞാൻ ഇനി നോട്ട് കൃത്യമായിട്ട് പറയാണ്. അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യുക, ആ നോട്ട് കൃത്യമായിട്ട് കേട്ടിട്ട് നിങ്ങൾ ഓരോ കാര്യം ആലോചിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്നുള്ളതിൽ ഒരു മെത്തേഡിലാണ് ഈ ക്ലാസ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കത് ക്ലിയർ ആവുമെന്ന് എനിക്കുറപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡായി കേൾക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കൃത്യമായി ശ്രദ്ധിക്കുകയും ചെയ്യാം. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ദിസ് ഹൈപ്പോസിസ് ഗിവൺ ബൈ പീറ്റർ മൈച്ചൽ in order to explain the ATP synthesis in photosynthesis. ഇയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ATP ഉണ്ടാവുന്നത് സിന്തസിസ് ചെയ്യുന്നതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസിൽ ഇയാൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ATP ഉണ്ടാവുന്ന കാര്യമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. This synthesis of ATP is directly linked to the development of
proton gradient across the thylakoid membrane of a chloroplast. ഈ ഒരു എ ടി പി സിന്തസിസ് ലിങ്ക് ചെയ്തിട്ട് എന്തിനോടാണ്? അവിടെ ആ തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ തൈലക്കോയിഡ് ലൂമണിലുണ്ട് അവിടെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റിന് ആയിട്ടാണ് ഈ ഒരു എ ടി പി സിന്തസിസ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് തൈലക്കോയിഡ് മെംബ്രെയിനിൽ H+ ഗ്രേഡിയൻറ്റ് കുറേ കൂടുന്ന സമയത്ത് എന്താവും? H+ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? H+ എന്ന് പറയുന്നത് പറഞ്ഞു. ഈ H+ ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എ ടി പി ഉണ്ടാവുക. സോ ആ ഒരു എ ടി പി ഉണ്ടാവുന്നത് അവിടുത്തെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്, ആ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് റിസൾട്ട് ഡ്യൂ ടു ദി റീസൺ ഗിവൺ ബിലോ, താഴെ കൊടുത്തിട്ടുള്ള റീസണിലാണ് ഈ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ആവുന്നത്. ഞാൻ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത് പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾ NCERT കൊടുത്തുള്ള പോയിന്റ് ബൈ പോയിന്റ് വെച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ആ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ആവുന്നത്? പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ആവുമ്പോഴാണ് അവിടെ എ ടി പി ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഞാൻ ആ പ്രോസസ്സ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് അത് പറയുന്നത്. സോ നിങ്ങൾക്ക് ക്ലിയർ ആവണം. പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ആവുന്ന സമയത്താണ്, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഉണ്ടാവുന്ന സമയത്താണ് എ ടി പി ഉണ്ടാവുക. സോ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് എങ്ങനെ ഉണ്ടാവുക? ആ റീസൺസ് ആണ് പറയുന്നത്. ആസ് ദി വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ഇൻ ടു ഇന്നർ സൈഡ് ഓഫ് ദി മെംബ്രെയിൻ, അതായത് ഈ ഇന്നർ സൈഡ് ലൂമണിനുള്ളിൽ എന്താവും? വെള്ളം സ്പ്ലിറ്റ് ആവും. ഓർ ഹൈഡ്രജൻ അയോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ വാട്ടർ സ്പ്ലിറ്റിംഗ് ഗെറ്റ് അക്യുമുലേറ്റഡ് വിത്തിൻ ദി തൈലക്കോയിഡ് ലൂമൻ. അതായത് ഇവിടെയുള്ള H2O സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? കുറേ H+ന്റെ കണ്ടന്റ് കൂടും. അങ്ങനെ എന്താവും? അവിടെ H+ കൂടും. രണ്ടാമത്തത്, ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പ്രോട്ടോൺ ടേക്സ് പ്ലേസ് അക്രോസ് ദി മെംബ്രെയിൻ വെൻ ദി ഇലക്ട്രോൺ മൂവ് ത്രൂ ദി ഫോട്ടോ സിസ്റ്റം. അതായത് ഈ ഒരു ഫോട്ടോ സിസ്റ്റം കൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു സ്പ്ലിറ്റ് ആകുമ്പോൾ ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യും? ഫോട്ടോ സിസ്റ്റം 2 യൂസ് ചെയ്യൂലേ? എന്നിട്ട് എന്ത് ചെയ്യും? അത് ഫോട്ടോ സിസ്റ്റം 1 കൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഈ പുറത്തുള്ള സ്ട്രോമയിലുള്ള H+ എന്ത് ചെയ്യും? ഈ സൈറ്റോക്രോമിലൂടെ എവിടെ എത്തും? ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തും. സോ രണ്ട് രീതിയിലാണ് H+ എത്തുക. ഒന്ന് വെള്ളം വാട്ടർ സ്പ്ലിറ്റ് ആകുമ്പോഴും, രണ്ടാമത് സ്ട്രോമയിലുള്ള H+ ആര് കൊണ്ടും? സൈറ്റോക്രോം. ഈ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴുള്ള എനർജിയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഈ സൈറ്റോക്രോം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആ H+ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ രണ്ട് രീതിയിലാണ് ഇവിടെ H+ വരിക. അങ്ങനെയാണ് ഇവിടെ H+ കോൺസെൻട്രേഷൻ കൂടുക, അങ്ങനെയാണ് H+ ഗ്രേഡിയൻറ്റ് കൂടുക. നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോകാം. The primary acceptor of electron is located towards the outside sides of the membrane, which refers to electron to the proton carrier and not to the electron carrier. അതായത് ഈ സൈറ്റോക്രോമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള H+നെ ക്യാരി ചെയ്യുന്നുണ്ട്, കാരിയർ ആണ്. പ്രോട്ടോൺ ഇലക്ട്രോൺ കാരിയർ അല്ല സൈറ്റോക്രോം. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ അഥവാ പ്രോട്ടോണിനെ കാരിയർ ആവുകയാണ്. പ്രോട്ടോണിനെ ക്യാരി ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. So these molecules, while transporting an electron, remove a proton from stroma. Thus release of proton takes place into inner membrane. അതായത് ഈ ഒരു പിഗ്മെന്റ് സിസ്റ്റത്തിൽ കൂടെ ഒരു ഇലക്ട്രോണിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഈ സ്ട്രോമയിൽ നിന്ന് ഒരു H+നെ റിമൂവ് ചെയ്ത ലൂമണിൽ എത്തിക്കും. അതാണ് ആ പറയുന്നത്. സോ ദി മോളിക്യൂൾസ് ഓഫ് ട്രാൻസ്പോർട്ടിങ് ആൻഡ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എ പ്രോട്ടോൺ ഫ്രം സ്ട്രോമ, ദസ് റിലീസ് പ്രോട്ടോൺ ടേക്സ് പ്ലേസ് ഇൻ ടു ദി ഇന്നർ മെംബ്രെയിൻ. അവിടെ നിന്ന് എന്താവും? ഒരു മോളിക്യൂള്, ഒരു ഇലക്ട്രോൺ ഇവിടെ പോവുക ചെയ്യുന്ന സമയത്ത് ഒരു H+നെ അവൻ ഉള്ളിലേക്ക് എത്തിക്കും. അപ്പോൾ എത്ര ഇലക്ട്രോൺ പോകുന്നുണ്ടോ അതിനനുസരിച്ച് H+ എന്ത് ചെയ്യും? ഇവൻ്റെ ഉള്ളിൽ അഥവാ ഈ ലൂമണിൻ്റെ ഉള്ളിലേക്ക് H+നെ എത്തിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ. അപ്പോൾ രണ്ട് പോയിന്റാണ് പറഞ്ഞത്. H2O സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് ഇവിടെ H+ വരും. അതേപോലെ H+ന് ഇവിടുന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടും. എങ്ങനെ കൊണ്ടുക? ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന എനർജി യൂസ് ചെയ്തിട്ട് H+നെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ടും. ദി എൻസൈം NADP റിഡക്ടേസ് ഈസ് പ്രസന്റ് ഇൻ ദി സ്ട്രോമൽ സൈഡ് ഓഫ് ദി മെംബ്രെയിൻ. അവിടെ എന്തുണ്ട്? സ്ട്രോമൽ സൈഡിൽ ഒരു NADP എൻസൈം ഉണ്ട്. ആ പറഞ്ഞിട്ട് NADP എൻസൈമാണ് ഈ കിടക്കുന്നത്. NADP എൻസൈം സൈഡ് ഓഫ് ഈ മെമ്മറിയിൽ എന്തുണ്ട്? ഒരു NADP എൻസൈം അഥവാ NADPH ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ദസ് എലോങ് ദി ഇലക്ട്രോൺ ദാറ്റ് കംസ് ഫ്രം ദി അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ PS1, പ്രോട്ടോൺസ് ആർ ആൾസോ നെസസറി ടു റെഡ്യൂസ് NADP+ ടു NADPH. ഇവിടുന്ന് ഈ ഒരു PS1 ഇലക്ട്രോൺ എത്തുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു NADPHന് എന്താണ്? NADPക്ക് എന്ത് വേണം? ഒരു H+ൻ്റെ ആവശ്യമാണ്. ആ എന്തിന്? NADPH ആക്കാൻ വേണ്ടിയിട്ട്. ആ കേസൊക്കെ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? NADP+ H+നായിട്ട് കൂടി ചേർന്നിട്ട് NADPH ആവും എന്നുള്ളത് ആ കേസ് പറഞ്ഞതാണ്. സോ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഇവിടെ ഈ ഒരു ഇതിൽ NADPase എൻസൈം ഉണ്ട്. ഇവിടെ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് ഇവർക്ക് എന്ത് വേണം? ഈ ഒരു NADPase എൻസൈമിന് ഒരു H+ വേണം. എന്തിനാണ്? NADPH ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. Hence, within chloroplast, proton in the stroma decrease in number, while in the lumen there is accumulation of proton. അതായത് ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഇലക്ട്രോൺ ഇവിടെ മൂവ് ചെയ്യുന്ന സമയത്ത് H+ ഇങ്ങോട്ട് വരികയും H+ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ H+ ഇവിടെ വരികയും ഈ ഒരു കണ്ടീഷനിൽ സ്ട്രോമയിലുള്ള H+ൻ്റെ അളവ് കുറയും. സ്ട്രോമയിലുള്ള കാരണം ഇവിടെ നിന്നുള്ള H+ മുഴുവൻ അങ്ങോട്ട് കയറ്റി വിടല്ലേ. അപ്പോൾ H+ൻ്റെ അളവ് അവിടെ കുറയും. ലൂമണിലുള്ള H+
കൂടും. ആ ഒരു കണ്ടീഷനാണ് ഈ ഒരു എച്ച് പ്ലസിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ദിസ് ക്രിയേറ്റ് എ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് അക്രോസ് ദി തൈലക്കോയിഡ് മെംബ്രെയിൻ. ഇവിടെ എന്തുണ്ടാവും, ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കും. ഈ ഒരു തൈലക്കോയിഡ് മെംബ്രെയിനിൽ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ ആവും. ഹൈ പൊട്ടൻഷ്യൽ അഥവാ എച്ച് പ്ലസിൻ്റെ കണ്ടീഷൻ വളരെ കൂടി, എച്ച് പ്ലസ് ആണ് കൂടുന്നത്, അസിഡിറ്റി വളരെ കുറഞ്ഞു, പി എച്ചിൻ്റെ വാല്യൂ വളരെ അങ്ങോട്ട് എന്ത് ചെയ്യും, പി എച്ചിൻ്റെ വാല്യൂ അങ്ങോട്ട് കൂടിപ്പോവും. പി എച്ചിൻ്റെ വാല്യൂ കൂടല്ലേ, പി എച്ചിൻ്റെ വാല്യൂ കുറേ ചെയ്യാം. എച്ച് പ്ലസ് കൂടുന്ന സമയത്ത് അസിഡിറ്റി കൂടുകയും പി എച്ചിൻ്റെ വാല്യൂ കുറേ ചെയ്യാം. സോ എച്ച് പ്ലസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, എച്ച് പ്ലസിൻ്റെ കോൺസെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസിഡിറ്റി കൂടും. അസിഡിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ എച്ച് പ്ലസ് ഡിക്രീസ് ചെയ്യലാണ്. സോ അവിടെ എന്ത് ചെയ്യും, എച്ച് പ്ലസ് പി എച്ച് വാല്യൂ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ദിസ് ക്രിയേറ്റ് എ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്, അവിടെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഡിക്രീസ് ചെയ്യും, ഉണ്ടാക്കും, ക്രിയേറ്റ് ചെയ്യും. ദി തൈലക്കോയിഡ് മെംബ്രെയിൻ ആസ് വെൽ ആസ് ദ മെഷറബിൾ ഡിഗ്രീസ് ഇൻ പി എച്ച് ഇൻ ലൂമൻ. അവിടെ എന്ത് ചെയ്യും, ഒരു പി എച്ചിൻ്റെ വാല്യൂ അത്രയും കുറയുകയും ചെയ്യും. ദിസ് ഗ്രേഡിയൻറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ഡ്യൂ ടു മൂവ്മെൻറ്റ് ഓഫ് പ്രോട്ടോൺ അക്രോസ് ദി മെംബ്രെയിൻ. ഇങ്ങനെ ഒരു ലിമിറ്റിൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടിയാൽ, പ്രോട്ടോൺ അവിടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, ബ്രോക്കൺ ചെയ്യും. എങ്ങനെ, ഈ എച്ച് പ്ലസ് ഇങ്ങോട്ട് പോയി തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യും, അത് ആ ഒരു ഗ്രേഡിയൻറ്റ് പൊട്ടും. അത് ഏതിൽ കൂടെയാണ് മൂവ് ചെയ്യുക, ത്രൂ ട്രാൻസ് മെംബ്രെയിൻ ചാനൽ ഓഫ് F0 ഓഫ് ATPase എൻസൈം. ATP സിന്തസൈസ് ചെയ്യുന്ന ATPase എൻസൈം ഉണ്ട് ഇവിടെ. ഈ ATPase എൻസൈമിലൂടെയാണ് അവിടെ എന്ത് ചെയ്യുക, ആ ഒരു എച്ച് പ്ലസ് മൂവ് ചെയ്യുക. സോ എച്ച് പ്ലസ് മൂവ് ചെയ്തിട്ട് പുറത്ത് വരുമ്പോൾ അവിടെ എന്താവും, ATP ആക്കി മാറ്റും. സോ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഡയഗ്രാം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ കാര്യം തന്നെ അതേപോലെ എടുത്തിട്ടാണ് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു റഫ് ഫിഗറിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെതായ ഡയഗ്രാം വരച്ച് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുകയും പിന്നെ ഡയഗ്രാം കാണിച്ച് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു എക്സ്പ്ലനേഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കിയാൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. H2O സ്പ്ലിറ്റ് ആകുമ്പോൾ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ കുറേ വരും. അതിന് എച്ച് പ്ലസിൻ്റെ കണ്ടീഷൻ എച്ച് പ്ലസ് കുറേ കൂടും. ഇവിടെ ഇലക്ട്രോൺ ഇവരിങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ട്രോമയെന്ന് എച്ച് പ്ലസ് ഇങ്ങോട്ട് കൊണ്ടുവരും. സോ ഇവിടെ എച്ച് പ്ലസിൻ്റെ കണ്ടീഷൻ, എച്ച് പ്ലസിൻ്റെ ഗ്രേഡിയൻറ്റ് കൂടും. ഇങ്ങനെ എച്ച് പ്ലസിൻ്റെ ഗ്രേഡിയൻറ്റ് കൂടുന്ന സമയത്ത് ആ എച്ച് പ്ലസ് എന്ത് ചെയ്യും, ഈ ഒരു ATPase എൻസൈമിലൂടെ പുറത്ത് പോകും. അപ്പോൾ എച്ച് പ്ലസ് ഗ്രേഡിയൻറ്റ് പൊട്ടും. ആ ഒരു പുറത്ത് പോകുന്നതിനെയാണ് എച്ച് പ്ലസ് ബ്രേക്ക് ആവുക, എച്ച് പ്ലസ് ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ആവുക എന്ന് പറയാം. സോ എച്ച് പ്ലസ് ബ്രേക്ക് ആവുന്ന സമയത്ത് അത് റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ട് ATP ആയി മാറും. സോ എന്ത് ചെയ്യും, എച്ച് പ്ലസ് പിന്നെയും ഈ ഒരു സ്ട്രോമയിലേക്ക് തന്നെ എത്തും. സോ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇതാണ് ഈ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സാണ്. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ATP ഉണ്ടാവുന്ന കേസ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സോ ഈ ഒരു പ്രോസസ്സ് എച്ച് പ്ലസ് ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ആവുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ATP ഏനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുക. എന്തെങ്കിലും കാര്യം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പല തവണ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഉള്ളിൽ അത് എത്തിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്തിട്ട് കാണണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഞാൻ എല്ലാ പോയിന്റും അവിടെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുകയും ഐഡിയ കിട്ടുകയും ഈ കാര്യം കംപ്ലീറ്റ് ആവുകയും ചെയ്യും. എന്നുള്ള കേസിൽ എനിക്കെന്താണ് 100% കോൺഫിഡൻ്റ് ആണ്, ഉറപ്പാണ്. നമുക്ക് ഇതിൻ്റെ ഒപ്പമുള്ള ഈ പറഞ്ഞിട്ടുള്ള ATPase എൻസൈം ഉണ്ടല്ലോ, ഈ ATPase എൻസൈമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ATPase എൻസൈം അവനാണ് എന്തുണ്ടാക്കുന്നത്, ഈ ഒരു ATP ഉണ്ടാക്കുന്നത്. അതായത് ഇവിടെ ഒരു ATPase എൻസൈം ഒരു F0 പാർട്ടിക്കിളും ഒരു F1 പാർട്ടിക്കിളും ഉണ്ട്. ഇത് F0 പാർട്ടിക്കിളാണ്, ഇത് F1 പാർട്ടിക്കിളാണ്. ഇവിടുന്ന് എച്ച് പ്ലസ് ഇവിടുന്ന് പുറത്ത് പോകുന്ന സമയത്ത് അവൻ എനർജി റിലീസ് ചെയ്യും. ആ എനർജി F0 ഉപയോഗിക്കില്ല, F1 ഉപയോഗിക്കുക. F0ക്ക് അവിടെ എനർജിൻ്റെ ആവശ്യമില്ല. അവിടെ എച്ച് പ്ലസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് F0ക്ക് എനർജിൻ്റെ ആവശ്യമില്ല. F1 എനർജി യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കും. അതിന് F1ൻ്റെ ഷേപ്പ് മാറുകയും ആ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ATP ആയി മാറുകയും ചെയ്യും. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാണ് ഇത്രയും കാര്യങ്ങൾ കേൾക്കുക. നമുക്ക് ATP സിന്തൈസ് എന്ന എൻസൈമിനെ കുറിച്ച് പഠിക്കണം. അതായത് ഈ പറഞ്ഞിട്ടുള്ള എൻസൈമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. This enzyme ATP synthase consists of the following two parts. ഈ ATP സിന്തേസ് എൻസൈമിൽ ATP സിന്തേസ് എൻസൈമിൽ രണ്ട് പാർട്ടുള്ളത്. ഒന്ന് F0 പാർട്ടികളാണ്, രണ്ട് F1 പാർട്ടികൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പല തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ATP എൻസൈമിന് രണ്ട് പാർട്ടികൾ, ഒന്ന് F0 പാർട്ടികൾ. F0 പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ദിസ് പോർഷൻ റിമൈൻസ് എംബഡഡ് ഇൻ ദി മെംബ്രെയിൻ. അതെന്ത് ചെയ്തിട്ടുള്ള ആ ഒരു മെംബ്രെയിനിൽ എംബഡഡ് ആണ്. അതായത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയയാണ് F0 എന്ന് പറഞ്ഞത്. അതെന്താണ്, മെംബ്രെയിനിൽ എംബഡഡ് ആണ്. ദാറ്റ് ഫോം എ ട്രാൻസ് മെംബ്രെയിൻ ചാനൽ. അതൊരു ചാനലായിട്ട് എന്തെങ്കിലും ആക്ട് ചെയ്യും, കാരണം H പ്ലസിന് ട്രാൻസ്ഫർ ചെയ്യണ്ടേ. വിച്ച് ക്യാരി ഔട്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓഫ് പ്രോട്ടോൺ അക്രോസ് ദി മെംബ്രെയിൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നതിന് പറഞ്ഞ പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അവിടെ H പ്ലസ് ഒരു എനർജി യൂസ് ചെയ്തിട്ടൊന്നല്ല പുറത്ത് വിടുന്നത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് ഇലക്ട്രോൺ അല്ലെങ്കിൽ H പ്ലസ് പ്രോട്ടോൺ ആവും കടത്തി വിടുന്നത്. അത് എനർജി യൂസ് ചെയ്യാത്ത ഡിഫ്യൂഷൻ പറഞ്ഞ പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അത്ര മനസ്സിലാക്കുക, ഇൻ ഡീപ്പായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പഠിക്കേണ്ട.
സോ F0 പാർട്ടിക്കിൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കും. അപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എവിടെയാണ് നടക്കുന്നത്? ATP എൻസൈമിൻ്റെ F0 പാർട്ടിക്കിളാണ് ഒരു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത്. അവൻ എന്താണ്, ട്രാൻസ് മെമ്പറൈനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്ര കാര്യങ്ങൾ പഠിക്കുക. F1 പാർട്ടിക്കിൾ, രണ്ടാമത്തെ ആളാണ് F1 പാർട്ടിക്കിൾ. ദിസ് പോർഷൻ ഈസ് പ്രൊട്രൂഡ്സ് ടുവാർഡ്സ് ദി ഔട്ടർ സർഫസ് ഓഫ് ദി തൈലക്കോയിഡ് മെമ്പറൈൻ വിച്ച് ഫേസസ് ദി സ്ട്രോമ. അതായത് ഇത് പുറത്തേക്ക് നിൽക്കണ, അതാ പുറത്തേക്ക് തള്ളി നിൽക്കണ ആ തൈലക്കോയിഡ് മെമ്പറിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന ഒരു ഏരിയയാണ് F1 പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതെന്താണ്, അവൻ സ്ട്രോമയിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. കൺഫോർമേഷണൽ ചേഞ്ച് ഒക്കേഴ്സ് ഇൻ F1 പാർട്ടിക്കിൾ ഓഫ് ATP സിന്തേസ്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഈ ATP എൻസൈമിലുള്ള F1 പാർട്ടിക്കിൾ എന്ത് ചെയ്യും, കൺഫോർമേഷണൽ ചേഞ്ച് ആണ്, ഷേപ്പ് ചേഞ്ച് ആവും. വിച്ച് കോസ്ഡ് ഡ്യൂ ടു ദി ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്രേഡിയൻ. ആ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ് ഷേപ്പ് മാറുക. അതായത് H+ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ആവും എന്ന് പറഞ്ഞില്ലേ, H+ ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ആവുന്ന സമയത്ത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ H+ ഗ്രേഡിയൻറ്റ് എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. അങ്ങനെ ബ്രേക്ക് ആവുമ്പോഴാണ് ആ ഒരു കൺഫോർമേഷൻ ചേഞ്ച് അഥവാ ആ ഒരു F1 ഷേപ്പ് മാറുക, ചേഞ്ച് വരും. വിച്ച് അലോസ് ദി എൻസൈം സിന്തൈസ് സെവറൽ മോളിക്യൂൾസ് ഓഫ് ATP. അതെന്ത് ചെയ്യും, വിച്ച് അലോ ചെയ്യും എൻസൈം ടു സിന്തസൈസ് സെവറൽ മോളിക്യൂൾസ് ഓഫ് ATP. ആ ഒരു കൺഫോർമേഷൻ ചേഞ്ച് F1 ഒരു ചേഞ്ച് വരുമ്പോഴാണ് ഈ ATP എന്ന് പറഞ്ഞ സിന്തേസ് എൻസൈം ATP ഉണ്ടാക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഈ എൻസൈമിനെ കുറിച്ച് അറിയേണ്ട കാര്യമാണ്. ഈ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ആവുന്ന സമയത്ത് ഈ F1 പാർട്ടിക്കിളിൻ്റെ ഷേപ്പ് മാറും. F1 പാർട്ടിക്കിളിന് കൺഫോർമേഷനിൽ ചേഞ്ച് ഉണ്ടാവും. അതിൻ്റെ കൺഫോർമേഷന് ചേഞ്ച് സംഭവിക്കും. അങ്ങനെ ചേഞ്ച് സംഭവിക്കുന്ന സമയത്താണ് ATP സിന്തേസ് എൻസൈം സെവറൽ മോളിക്യൂൾസ് ഓഫ് ATP ഉണ്ടാക്കുക. ഈ ATP സിന്തേസ് എൻസൈമാണ് ATP ഉണ്ടാക്കുന്ന ആൾ. എപ്പോഴാണ് ഉണ്ടാക്കുക, ഈ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ആകുമ്പോൾ. പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ആവുന്ന സമയത്ത് F1 ഷേപ്പ് മാറുകയും അവിടെ ATP ഉണ്ടാവുകയും ചെയ്യും. ദസ് കെമി ഓസ്മോസിസ് റിക്വയർഡ്. ഈ ഒരു കെമി ഓസ്മോസിസിന് റിക്വയർ ആവശ്യമാണ്. മെംബ്രെയിൻ ആവശ്യമാണ്. പ്രോട്ടോൺ പമ്പ് ആവശ്യമാണ്. പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ആവശ്യമാണ്. ATP സിന്തേസ് ആവശ്യമാണ്. സോ ഈ ഒരു കെമി ഓസ്മോസിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു മെംബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്. പ്രോട്ടോൺ പമ്പ് അഥവാ ഇലക്ട്രോൺ പാസ് ചെയ്യുന്ന ഒരു പമ്പ് ഉണ്ട്, ഇലക്ട്രോൺ പാസ് ചെയ്യുന്ന ഈ പമ്പാണിത്. ഈ കാണിച്ച ഇലക്ട്രോൺ പമ്പ് ഉണ്ട്. പിന്നെ എന്തുണ്ട്, ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് വേണം, ATP വേണം. സോ അങ്ങനെയാണ് കെമി ഓസ്മോസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് കെമി ഓസ്മോസിസ് എക്സ്പ്ലെയിൻ ചെയ്തത്. കെമി ഓസ്മോസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ അവിടെ ആവശ്യമാണ്. The ATP thus produced will be used immediately in the biosynthetic reaction. അതായത് ഈ ATP നമുക്ക് ആവശ്യമാണ്. ഇതൊരു ലൈറ്റ് റിയാക്ഷൻ്റെ ഒറ്റ ഫേസിൽ നടക്കുന്നതാണ്. ഡാർക്ക് റിയാക്ഷൻ നീ പറയാൻ കെടുക്കുക. അടുത്ത സെക്ഷൻ നമ്മൾ ഡാർക്ക് റിയാക്ഷൻ പറയാണ്. ലൈറ്റ് റിയാക്ഷനാണ് ഇപ്പോൾ ഈ ATP ഉണ്ടാക്കുന്നത്. ഈ ATP ഉണ്ടാക്കുന്നത് ഇൻ ഡീപ്പായിട്ടൊരു എനർജി ഉണ്ടാക്കുന്നത് വരെ നമ്മൾ പഠിച്ചു. നമ്മൾ പറഞ്ഞു ഈ ഒരു ലൈറ്റ് റിയാക്ഷനിൽ ATP ഉണ്ടാക്കേണ്ടതെന്ന്. ആ ഉണ്ടാക്കുന്ന ATP ഡാർക്ക് റിയാക്ഷനിലെ ഡാർക്ക് ഫേസിന് കൊടുക്കുക എന്ന് പറഞ്ഞു. ഈ ATP ഉണ്ടാക്കുന്ന ഡീപ്പായി ഇങ്ങനെയാണ് ATP ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞത്. ഇത്രയും പിഗ്മെന്റ് സിസ്റ്റം ഫോട്ടോ സിസ്റ്റം 1ഉം 2ഉം ഒക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഗ്രേഡിയൻറ്റ് വഴിയാണ് എന്തുണ്ടാവും ATP ഉണ്ടാവുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയുള്ള ATP അവിടെയുള്ള ബയോസിന്തറ്റിക് റിയാക്ഷൻ ഉപയോഗിക്കും. റെസ്പോൺസിബിൾ ഫോർ ഫിക്സിംഗ് ഓഫ് CO2 ആൻഡ് സിന്തസിസ് ഓഫ് ഷുഗർ. CO2 അതുകൊണ്ട് ഷുഗറായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാവശ്യമാണ്, ATP ആവശ്യമാണ്. ആ ഒരു പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് ATP ഉപയോഗിക്കും. സോ അവിടെ ഉണ്ടാക്കുന്ന ATP ബയോസിന്തറ്റിക് റിയാക്ഷൻ അഥവാ ഈ സ്ട്രോമയിൽ നടക്കുന്ന ബയോസിന്തറ്റിക്, ഇതാണ് സ്ട്രോമ എന്ന് പറഞ്ഞ ഏരിയ, അഥവാ ആ സ്ട്രോമയിലുള്ള ഏരിയയിലുള്ള ബയോസിന്തറ്റിക് റിയാക്ഷന് വേണ്ടിയിട്ട് ATP ഉപയോഗിക്കും. പിന്നെ CO2 നമുക്ക് ഷുഗർ ആക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും, അഥവാ ഡാർക്ക് റിയാക്ഷനിൽ CO2 ഷുഗർ ആക്കൂലേ, ഷുഗർ ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ATPനെ ഉപയോഗിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഏരിയ മൊത്തം കംപ്ലീറ്റ് ആയി. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും. ഇത്ര ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും ഈ പാഠത്തിൽ നിന്ന് മിസ്സായി പോകില്ല. ഇങ്ങനെ നിങ്ങൾ ബയോളജിയുടെ ബോട്ടണി എല്ലാ പാഠവും ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് എൻട്രൻസിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ ബോർഡ് എക്സാമിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനോ പറ്റുകയുള്ളൂ. സോ ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. വരച്ചിട്ട് ആ ബോർഡറൊക്കെ കൃത്യമായിട്ട് വരച്ചിട്ട് തന്നെ റഫായിട്ട് വരച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ദി കാൽവിൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. കാൽവിൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡാർക്ക് റിയാക്ഷനെ കാൽവിൻ സൈക്കിൾ എന്ന് പറയാം. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് ലൈറ്റ് റിയാക്ഷനാണ്. നമ്മൾ ഒരു ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും കൂടി ചേർന്നതാണ്. ഈ ലൈറ്റ് റിയാക്ഷനും കഴിഞ്ഞ് ഡാർക്ക് റിയാക്ഷനും കൂടെ കഴിഞ്ഞാൽ നമുക്കവിടെ ഷുഗർ കിട്ടും, അതായത് ഫുഡ് കിട്ടും, പ്ലാന്റിൻ്റെ ഫുഡ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾക്ക് ഇതുവരെ കഴിഞ്ഞതിൽ ലൈറ്റ് റിയാക്ഷൻ മൊത്തവും പറഞ്ഞു. ആ ലൈറ്റ് റിയാക്ഷനിൽ എന്തുണ്ടാക്കി, ATP ഉണ്ടാക്കി, NADPH ഉണ്ടാക്കി. അവിടെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ATP NADPH ഉണ്ടാക്കുന്ന കേസൊക്കെ പറഞ്ഞു. ഈ ATP NADPH ഒക്കെ എന്തിനുണ്ടാക്കിയതാണ്, ഡാർക്ക് റിയാക്ഷനിൽ ആ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ATPയും NADPH ഒക്കെ ഉണ്ടാക്കിയത്. ഇനിയാണ് നമ്മൾ ഡാർക്ക് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഈ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞ മറ്റൊരു പേരാണ് C3 സൈക്കിൾ. സോ കാൽവിൻ സൈക്കിൾ എന്ന് പറഞ്ഞ പേരാണ് C3 സൈക്കിൾ, അല്ലെങ്കിൽ അതിന് പറഞ്ഞ വേറൊരു പേരാണ് കാൽവിൻ സൈക്കിൾ. സോ C3 സൈക്കിളിനോ കാൽവിൻ സൈക്കിളിനോ ഈ ഒരു കാൽവിൻ സൈക്കിൾ എന്ന് പറയാറുണ്ട്. ഇതൊരു ഡാർക്ക് റിയാക്ഷനാണ്. ലൈറ്റ് റിയാക്ഷൻ നടന്നു, ഇനി നടക്കുന്നത് ഡാർക്ക് റിയാക്ഷനാണ്. ഡാർക്ക് റിയാക്ഷൻ എന്താ നടക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡാർക്ക് റിയാക്ഷനിൽ ഡാർക്ക് ഫേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് CO2നെ ഷുഗർ ആക്കി മാറ്റും. ഷുഗറിന് നമ്മൾ പറയുന്നത് C6H12O6. ഇതാണ് ഒരു ജനറലി ഒരു ഷുഗറിൻ്റെ ജനറൽ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. സോ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് ഷുഗർ ആക്കുന്ന പ്രോസസ്സാണ് ഡാർക്ക് റിയാക്ഷൻ. അതാണ് നമ്മൾ ഇനി മുതൽ നോക്കുന്നത്. സോ ആ ഒരു കാര്യമാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ നോക്കേണ്ട വളരെ ഒരു ഫോട്ടോസിന്തസിൻ്റെ 50% പോർഷൻ നമ്മൾ പറയുന്നത്. 50% പോർഷൻ ഇനി മുതലാണ്. സോ ഇതോടെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ സെക്ഷൻ പോലെ തന്നെ എക്സ്പ്ലനേഷനോട് ആവശ്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹൈപ്പോത്തസിസ് പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലനേഷൻ ഇവിടെ ആവശ്യമുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ ഒരു കാൽവിൻ സൈക്കിൾ 3 സ്റ്റെപ്പിലൂടെ നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാർബോക്സിലേഷൻ, രണ്ടാമത്തത് റിഡക്ഷൻ, മൂന്നാമത്തത് എന്ന് പറയുന്നത് റീജനറേഷൻ. സോ കാർബോക്സിലേഷൻ വഴിയും റിഡക്ഷൻ വഴിയും റീജനറേഷൻ വഴിയുമാണ് ഈ ഒരു C3 സൈക്കിള്, ഈ ഒരു ഡാർക്ക് റിയാക്ഷനിൽ C3 സൈക്കിൾ നടക്കുന്നത്. ഇവിടെ CO2നെ റെഡ്യൂസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ഫസ്റ്റ് റിയാക്ഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാർബോക്സിലേഷൻ. CO2 അറ്റ്മോസ്ഫിയറിൽ നിന്ന് CO2 വരും. ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന CO2 റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന RuBpനോട് കൂടിച്ചേരും. ഇത് റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് അഥവാ RuBp. ഈ RuBp എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോളിക്യൂളിനോട് CO2 കൂടിച്ചേരുന്ന ആ ഒരു പ്രോസസ്സിനാണ് കാർബോക്സിലേഷൻ എന്ന് പറയുക. അതങ്ങനെ കൂടിച്ചേർന്നിട്ട് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയി മാറും. ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. CO2, ഞാൻ ഈ കാൽവിൻ സൈക്കിളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. CO2 RuBpനേറ്റ്, RuBpന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ്. ഈ RuBpനോട് കൂടി ചേർന്നിട്ട് അവിടെ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് അല്ലെങ്കിൽ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് പറയും. അതിനോട് അങ്ങനെ ഒരു ഫോമായി മാറും. ആ ഒരു പ്രോസസ്സാണ് കാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം റിഡക്ഷൻ നടക്കും. ഈ 3-ഫോസ്ഫോഗ്ലിസറേറ്റിന് റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ റെഡ്യൂസ് ആവും. ATP എന്ന് പറഞ്ഞ എനർജിയും NADPH എന്ന് പറഞ്ഞിട്ടുള്ള എനർജി യൂസ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ഒരു ലൈറ്റ് റിയാക്ഷനിൽ ATPയും NADPH ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? എനർജി പാക്കറ്റുകൾ, എനർജി കോമ്പൗണ്ടുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? റിഡക്ഷൻ അഥവാ ഈ ഒരു ലൈറ്റ് റിയാക്ഷൻ അഥവാ ഡാർക്ക് റിയാക്ഷന് വേണ്ടിയിട്ടാണ്. സോ ഇവിടെയുള്ള ഈ ഒരു ഇവിടെയുള്ള ATP ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ NADPH ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള 3-ഫോസ്ഫോഗ്ലിസറേറ്റ് റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ നടന്നിട്ട് അത് എന്തായി മാറും? ട്രയോസ് ഫോസ്ഫേറ്റ് ആയി മാറും. സോ ഇവിടെ ATP അതിൻ്റെ എനർജി റിലീസ് ചെയ്ത് ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയി മാറും. NADPHO അത് NADP+ ആയി മാറും. സോ ഈ ഒരു റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു റിയാക്ഷൻ ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ, റിഡക്ഷൻ കഴിഞ്ഞാൽ ആ ATPന് എനർജി പോയി ADP ആയി മാറും. NADPHലെ എനർജി ആര് യൂസ് ചെയ്യും? ഈ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് യൂസ് ചെയ്യും. എന്നിട്ടാണ് അത് എന്താണത്? ട്രയോസ് ഫോസ്ഫേറ്റ് ആയി മാറുന്നത്. സോ ശ്രദ്ധിക്കുക, കാർബോക്സിലേഷൻ കഴിഞ്ഞോ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്താവാണ്? റിഡക്ഷൻ നടന്നിട്ട് ട്രയോസ് ഫോസ്ഫേറ്റ് ആവാണ്. ഈ ഒരു റിഡക്ഷന് വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സിൽ ഒരു ATPയും ഒരു NADPH യൂസ് ചെയ്യും. ആ ഒരു ട്രൈഫോസ്ഫേറ്റ് ആണ് പിന്നെ എന്തായി മാറുക? ഷുഗർ ആയി മാറുക. സോ ആ ട്രൈഫോസ്ഫേറ്റ് എന്തായി മാറും? ഷുഗർ ആയി മാറും. സോ അതിലുള്ള കുറച്ച് കോമ്പൗണ്ടുകൾ സൂക്രോസ് അല്ലെങ്കിൽ സ്റ്റാർച്ച്, സൂക്രോസ് സ്റ്റാർച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഷുഗർ കോമ്പൗണ്ടുകളാണ്. സോ അതെന്തായി മാറും? ഷുഗർ അഥവാ പ്ലാന്റിന് ഫുഡ് കിട്ടി, ഷുഗർ കോമ്പൗണ്ടായി. ബാക്കിയുള്ള ട്രയോസ് ഫോസ്ഫേറ്റ് എന്തെയും? റീജനറേറ്റ് ചെയ്തിട്ട് RuBp തന്നെ ആയി മാറും. റീജനറേഷന് വേണ്ടിയിട്ട് ഇവിടെയും ഒരു ATP ഉപയോഗിക്കും, ഒരു എനർജി ഉപയോഗിക്കും. ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനർജി കോമ്പൗണ്ട് ആണെന്ന് പഠിക്കുക. ആ എനർജി കോമ്പൗണ്ട് നമ്മൾ കഴിഞ്ഞ ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടാക്കിയതാണ്. ആ ലൈറ്റ് റിയാക്ഷനിൽ എന്ത് ചെയ്യും? ആ ഉണ്ടാക്കിയ ATP നമ്മൾ ഇവിടെ ഉപയോഗിക്കും, റീജനറേഷൻ ഉപയോഗിക്കും. എന്നിട്ടോ ആ എനർജി ഉപയോഗിച്ചിട്ട് എന്തായി മാറും? RuBp ആയി മാറും. ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് C3 സൈക്കിള് അല്ലെങ്കിൽ കാൽവിൻ സൈക്കിള്, ഡാർക്ക് റിയാക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ എന്തുണ്ടായി? ഇവിടെ സൂക്രോസ് ഉണ്ടായി. എവിടെ നിന്നുണ്ടായത്? CO2ൽ നിന്ന്. CO2ൽ നിന്ന് അതിനാവശ്യമായ സൂക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷുഗർ കണ്ടന്റ് കിട്ടി. സോ നമ്മൾ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇതിനെയാണ് കാൽവിൻ സൈക്കിൾ എന്ന് പറയാം. സോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്ന 3 പോയിന്റാണ് ഇവിടെ. ഈ ഒരു കാൽവിൻ സൈക്കിൾ നടക്കുക 3 സ്റ്റെപ്പിലൂടെയാണ്. ഒന്ന് കാർബോക്സിലേഷൻ വഴിയും, പിന്നെ നടക്കുക റിഡക്ഷൻ വഴിയും, പിന്നെ റീജനറേഷൻ വഴിയാണ്. സോ കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CO2 RuBpനോട് കൂടി ചേർന്ന് ഫിക്സ് ചെയ്തിട്ട് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടാവുന്നതാണ്.
ഈ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് റിഡക്ഷൻ നടന്നിട്ട് ട്രയോസ് ഫോസ്ഫേറ്റ് ഉണ്ടാവും. ആ റിഡക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു NADP ഒരു NADPH യൂസ് ചെയ്യും. ഈ ട്രയോസ് ഫോസ്ഫേറ്റ് ആണ് ഷുഗർ ആയിട്ട് മാറുക. അതിലുള്ള ബാക്കിയുള്ള ട്രയോസ് ഫോസ്ഫേറ്റ് റീജനറേഷൻ നടന്നിട്ട് നമ്മളെ പഴയ RUBP തന്നെ ആയി മാറും. ഈ RUBPയും CO2വും കൂടി ചേരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എൻസൈം വേണം. റുബിസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം യൂസ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. അതാണ് ഈ റുബിസ്കോ എന്നതിൻ്റെ ഫുൾ ഫോം. നമ്മൾ ഈ ഒരു CO2 ഇവിടെ ഫിക്സ് ചെയ്യണം. അതായത് RUBPനോട് കൂടി ചേർന്നിട്ട് ഇവിടെ കാർബോക്സിലേഷൻ നടക്കണ്ടേ. ഈ കാർബോക്സിലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് റുബിസ്കോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ കാർബോക്സിലേഷൻ നടക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാ? റുബിസ്കോ. റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. ഈ എൻസൈം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കാർബോക്സിലേഷൻ നടക്കുക. ആ കാർബോക്സിലേഷൻ നടന്ന ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് റിഡക്ഷൻ നടന്നിട്ട് ട്രയോസ് ഫോസ്ഫേറ്റ് ഉണ്ടാവും. അത് മാറ്റങ്ങൾ നടന്നിട്ട് അഥവാ സ്റ്റാർച്ചോ അല്ലെങ്കിൽ സൂക്രോസ് ആവും. അത് റീജനറേഷൻ എന്ന RUBP ഉണ്ടാവും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു നോട്ട് വെച്ചുള്ള എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദി സൈക്കിൾ ഈസ് ബയോകെമിക്കൽ പാത്വേ ഓഫ് റിഡക്ഷൻ ഓഫ് CO2. ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ CO2ന്റെ റിഡക്ഷൻ പറയുന്നതാണ്. ഫോട്ടോസിന്തറ്റിക് കാർബൺ അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് കാർബണിന്റെ റിഡക്ഷൻ എന്ന് പറയും. സോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ നടന്നിട്ടാണ് ഷുഗർ ഉണ്ടാവുന്നത് എന്നും ആ റിഡക്ഷനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയാന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റ് ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. വിച്ച് വാസ് ഡിസ്കവേർഡ് ബൈ മെൽവിൻ കാൽവിൻ. മെൽവിൻ കാൽവിൻ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് കാൽവിൻ സൈക്കിൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദി കാൽവിൻ സൈക്കിൾ റേൺസ് ഇൻ ഓൾ ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സ് നോ മാറ്റർ ദേ ഷോസ് C3 or C4 or any other pathways. ഇത് ഫോട്ടോസിന്തസിസ് നടക്കുന്ന ഏത് പ്ലാന്റിലാണെങ്കിലും ഈ ഒരു കാൽവിൻ സൈക്കിൾ ഉണ്ടാവും, C3 സൈക്കിൾ ഉണ്ടാവും. പ്രൈമറി അക്സെപ്റ്റർ ഓഫ് CO2 ഇൻ C3 പാത്വേ. ഈ പറയുന്നതിന് C3 പാത്വേ എന്ന് പറയാം. C3 സൈക്കിൾ അല്ലെങ്കിൽ C3 പാത്വേ എന്ന് പറയും. ഇതിനുള്ള പ്രൈമറി അക്സെപ്റ്റർ ആണ്. പ്രൈമറി അക്സെപ്റ്റർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റുബിസ്കോൻ എക്സ്പ്ലനേഷൻ ആണ് ഈ പറയുന്നത്. ആഫ്റ്റർ എ ലോങ് റിസർച്ച് കണ്ടക്ടിങ് മെനി എക്സ്പെരിമെന്റ് ഇറ്റ് വാസ് കൺക്ലൂഡഡ് ബൈ ദി സയന്റിസ്റ്റ് ദാറ്റ് C3 പാത്വേ ദി അക്സെപ്റ്റർ മോളിക്യൂൾ ഈസ് എ 5 കാർബൺ കീറ്റോസ് ഷുഗർ റുബുലോസ് ബിസ്ഫോസ്ഫേറ്റ്. RUBP എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഫിക്സ് ചെയ്യുന്ന ആള്. അതായത് പ്രൈമറി അക്സെപ്റ്റർ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അക്സെപ്റ്റർ ആരാണ്? RUBP റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ്. അപ്പോൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞത് ഞാൻ എൻസൈമിന്റെ കേസാണ്. ഫസ്റ്റ് ഈ കേസ് അവിടെ പറഞ്ഞിട്ടില്ല, അത് മനസ്സിലാക്കുക. പ്രൈമറി അക്സെപ്റ്റർ അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ്? ഇവനൽ അക്സെപ്റ്റ് ചെയ്ത് ഈ RUBP എന്ന് പറഞ്ഞാൽ ഇവനൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. RUBP ഞാൻ ഫസ്റ്റ് റിയാക്ഷനിൽ പറഞ്ഞില്ല RUBP. സോ ഈ RUBP ആണ് ഇവൻ അക്സെപ്റ്റർ. കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യണം. C3 പാത്വേയിലെ പ്രൈമറി അക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? RUBP ആണ്, അഥവാ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് ആണ്. കാൽവിൻ സൈക്കിൾ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് അണ്ടർ ദി സ്റ്റേജ് ഓഫ് കാർബോക്സിലേഷൻ റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. ഈ ഒരു കാൽവിൻ സൈക്കിൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് 3 സ്റ്റേജ് ആയിട്ടാണ്. ഏതൊക്കെ സ്റ്റേജാണ്? ഒന്ന് കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജ്, റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജ്, റീജനറേഷൻ. ഓരോ ടോപ്പിക്ക് നോക്കാം. കാർബോക്സിലേഷൻ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഈസ് ദ ഫിക്സേഷൻ ഓഫ് CO2 ഇൻടു 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അതായത് ഈ CO2നെ ഫിക്സ് ചെയ്തിട്ട് 3-ഫോസ്ഫോഗ്ലിസറേറ്റോ അല്ലെങ്കിൽ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡോ ഉണ്ടാക്കുന്നതിനെയാണ് കാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. 3-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറഞ്ഞാലും 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് 3PGA. സോ PGA എന്തായി മാറും? 3PGA ആയി മാറും. സോ ഷോർട്ട് ഫോം വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം. ഇതെന്ന് പറഞ്ഞാൽ PGA ആണ്. അതായത് CO2 ഫിക്സ് ചെയ്യുന്ന ഈ PGA 3PGA ആയി മാറും. 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയി മാറും. Carboxylation of RUBP occurs in the presence of enzyme RUBP carboxylase oxygenase. ഈ കാർബോക്സിലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈമാണ് RUBP. റുബിസ്കോ. RUBP എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുന്ന അക്സെപ്റ്റർ ആണ് RUBP. ഇവിടെയുള്ള ഈ ഒരു കാർബോക്സിലേഷന് വേണ്ടിയിട്ടുള്ള എൻസൈമാണ് റുബിസ്കോ. ഞാൻ റുബിസ്കോ നേരത്തെ പറഞ്ഞു. റുബിസ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാർബോക്സിലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനത്തിന് എൻസൈമിന്റെ പറഞ്ഞ പേരാണ് റുബിസ്കോ എന്ന് പറയുന്നത്. സോ ഈ കാർബോക്സിലേഷൻ ആരുടെ പ്രസൻസിലാണ് നടക്കുക? റുബിസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിന്റെ പ്രസൻസിലാണ് നടക്കുക. റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. വിച്ച് റിസൾട്ട്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് 2 മോളിക്യൂൾസ് ഓഫ് 3PGA. അതെന്താ ഉണ്ടാക്കും? അത് കാരണം ഒരു 3 മോളിക്യൂൾസ് ഓഫ് 3PGA ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ. റിഡക്ഷൻ ഈസ് എ സീരീസ് ഓഫ് റിയാക്ഷൻ ദാറ്റ് ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ്. റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരീസ് ഓഫ് റിയാക്ഷൻ ആണ്. ഗ്ലൂക്കോസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീരീസ് ഓഫ് റിയാക്ഷൻ ആണ് എന്ത്? റിഡക്ഷൻ എന്ന് പറയുന്നത്. 3 molecules of ATP and 2 molecules of NADPH are required for reduction. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്. ഇവിടെ 2 molecules ATP
3 molecules of ATP യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് 2 molecules of NADPH ആർ റിക്വയർഡ് റിഡക്ഷൻ ഓഫ് 1 molecule of CO2. ഒരു മോളിക്യൂൾ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒറ്റ മോളിക്യൂൾ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ATP ആവശ്യമുണ്ട്? 3 ATP ആവശ്യമാണ്, 2 NADPH ആവശ്യമാണ്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാനിവിടെ കാണിക്കുന്ന സമയത്ത് ഒരു NADPHൻ്റെയും ഒരു ATPൻ്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണ് ഈ പറയുന്നത്. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഫിക്സേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് നടക്കണം? ഇവിടെ 3 ATP യൂസ് ചെയ്യും, 2 NADPH യൂസ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ പറയുന്നത്. 3 molecules of ATP and 2 molecules of NADPH are required for reduction of 1 molecules of CO2. ഒരു CO2 എന്ത് ചെയ്യാണ്? റിഡക്ഷൻ നടന്നിട്ട് അവിടെ ഷുഗർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ഒരു റിഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു റിഡക്ഷന് വേണ്ടിയിട്ട് അവിടെ എത്ര മോളിക്യൂൾസ് ഓഫ് ATP വേണം? 3 molecules of ATP ആവശ്യമാണ്, 2 molecules of NADPH ആവശ്യമാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ദി ഫിക്സേഷൻ ഓഫ് 6 molecules of CO2. The fixation of 6 molecules of CO2 and 6 turns of cycles required in order to release 1 molecules of glucose. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇവിടെ CO2 എന്തായി മാറണം? C6H12O6 ആവണം, അതായത് ഷുഗർ ആവണം. ഷുഗർ എന്ന് പറഞ്ഞാൽ C6H12O6 ആണ്. സോ ഇവിടെ 6 കാർബൺ എത്തണം. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ ഒരു കാർബൺ ഇവിടെ എത്തുള്ളൂ. ഇങ്ങനെ 6 കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ അല്ലെങ്കിൽ കാർബൺ ഇവിടെ എത്തണമെങ്കിലോ നമുക്ക് ഷുഗർ കിട്ടണ്ടേ? അവിടെ 6 കാർബൺ ഇവിടെ റെഡ്യൂസ് ആവണ്ടേ? 6 കാർബൺ നടക്കണ്ടേ? സോ എന്ത് വേണം? 6 കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഫിക്സ് ആവണം. 6 കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ആയാൽ മാത്രമാണ് ഒരു ഷുഗർ കിട്ടുള്ളൂ. സോ ഈ സൈക്കിൾ 6 പ്രാവശ്യം ഓടിയാൽ മാത്രമാണ് ഒരു ഷുഗർ കിട്ടുക. സോ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു കേസാണ് ഇവിടെ. സോ നമുക്ക് ATP തന്നെയാണ് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ATP ആവശ്യമാണ്? 3 ATP ആവശ്യമാണ്, 2 NADPH ആവശ്യമാണ്. അത് വേറെ വിഷയം, അത് നമുക്ക് നേരത്തെ അറിയുന്ന കേസാണ്. ഒരു ഷുഗർ കിട്ടണമെങ്കിൽ ഇവിടെ 6 എത്ര CO2 റെഡ്യൂസ് ആവണം? 6 CO2 റെഡ്യൂസ് ആവണം. 6 പ്രാവശ്യം ഈ സൈക്കിൾ നടന്നാൽ മാത്രമാണ് ഇവിടെ 1 molecule ഓഫ് ഷുഗർ കിട്ടുള്ളൂ. കാരണം എന്താ? 1 molecule ഓഫ് ഷുഗറിൽ 6 കാർബൺ ഉണ്ട്. സോ 6 കാർബൺ എത്തണമെങ്കിൽ ഈ CO2 6 പ്രാവശ്യം, അഥവാ ഇവിടെ 6 പ്രാവശ്യം ടേൺ നടക്കണം, 6 പ്രാവശ്യം സൈക്കിൾ ഓടണം. റീജനറേഷൻ്റെ കേസ് പറയാം. is a regeneration of RUBP molecules for the continuation of cycle. അതായത് റീജനറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ RUBP എന്ന് പറഞ്ഞിട്ടുള്ള റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് ഉണ്ടാവുന്നതിനാണ് റീജനറേഷൻ എന്ന് പറയാം. അതായത് ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് RUBP ഉണ്ടായാൽ മാത്രം അത് കണ്ടിന്യൂഷൻ നടക്കുള്ള ആ പ്രോസസ്സാണ് റീജനറേറ്റ് ചെയ്യുക. ദിസ് പ്രോസസ് റിക്വയർഡ് 1 molecules of 40 ATP. അതായത് ആ ഒരു റീജനറേഷന് വേണ്ടിയിട്ട് ഒരു ATP നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. Hence, every carbon dioxide molecule that enters in Calvin cycle required 3 molecules of ATP and 2 molecules of NADPH. നമ്മളത് പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാണ്? ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് ആവശ്യമാണ്? ഇവിടെ 2 ATPയും ഇവിടെ ATPയും വരുന്ന സമയത്ത് 3 ATPയും 2 NADPH യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്ര ശരിക്കും എത്ര ATP ഉണ്ട്? ഇവിടെ 2 NAD, ഒറ്റ സൈക്കിൾ ഇവിടെ 2 NADPHും 2 ATP യൂസ് ചെയ്യും, ഇവിടെ ഒരു ATPയും. സോ ഈ ഒരു സൈക്കിൾ നടക്കാൻ വേണ്ടിയിട്ട് 3 ATPയും 2 NADPH യൂസ് ചെയ്യും. ഒറ്റ സൈക്കിളിൽ ഇവിടെ 2 ATP 2 NADPH യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ATP. സോ ടോട്ടൽ 3 ATP 2 NADPH ഒരു സൈക്കിൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷന് വേണ്ടി യൂസ് ചെയ്യും. സോ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദി സൈക്കിൾ ഫോസ്ഫോർ റിലേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഓർഡർ ടു മീറ്റ് ഡിഫറൻസ് ഇൻ ദി നമ്പർ ഓഫ് ATP NADPH. അതായത് ഈ സൈക്ലിക് ഫോസ്ഫോർ റിലേഷൻ നമ്മൾ മുമ്പ് പഠിച്ചില്ലേ? ആ സൈക്ലിക് ഫോസ്ഫോർ റിലേഷൻ വെച്ചിട്ടാണ് നമുക്ക് ആവശ്യമായ ATP NADPH നേരത്തെ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാ. അഥവാ ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്ന ആ ഒരു സൈക്ലിക് റിയാക്ഷനും നോൺ സൈക്ലിക് റിയാക്ഷനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഡാർക്ക് റിയാക്ഷനിലുള്ള ATP കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു ഫോസ്ഫോർ റിലേഷനാണ് നമുക്ക് ആവശ്യമായ NADPHും ATP ഉണ്ടാക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് ഈ പറയുന്നത്. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് 1 molecules ഓഫ് ഗ്ലൂക്കോസ്, ഒരു മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസ് കിട്ടാൻ വേണ്ടിയിട്ട് 18 ATPയും 12 NADPHും ആവശ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ആ കാര്യം പഠിച്ചു വെക്കുക. ഇവിടെ പറഞ്ഞ കേസ് ഒന്ന് ആലോചിക്കുക. ഇവിടെ ഈ ഒരു ഡാർക്ക് C3 സൈക്കിൾ നടക്കുമ്പോൾ ഒരു ഷുഗർ കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ അവസാനം നമ്മൾ പറഞ്ഞത് ഒരു ഷുഗർ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ 18 ATPയും വേണം, 12 NADPHും വേണം എന്നാണ് പറഞ്ഞത്. അത് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ CO2 റെഡ്യൂസ് ആയിട്ടാണ് എന്തുണ്ടാവുക? ഷുഗർ മോളിക്യൂൾ ഉണ്ടാവുക അല്ലേ? സോ ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു 6 CO2 എന്ത് ചെയ്യണം? 6 സൈക്കിൾ നടക്കണം.
ഒരു CO2 വരുന്ന സമയത്ത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് ഷുഗർ കിട്ടൂല. ഷുഗർ എന്ന് പറഞ്ഞാൽ C6H12O6 ആണ്. സോ ഈ ഒരു സൈക്കിൾ 6 പ്രാവശ്യം നടന്നാലാണ് നമുക്ക് C6H12O6 എന്ന് പറഞ്ഞിട്ടുള്ള ഷുഗർ കണ്ടന്റ് കിട്ടുക. സോ 6 കാർബൺ അഥവാ 6 കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യണം ഒരു ഷുഗർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞ കാൽവിൻ സൈക്കിൾ 6 പ്രാവശ്യം നടന്നാലാണ് ഈ ഒരു ഷുഗർ കണ്ടന്റ് കിട്ടുള്ളൂ, ഒരു ഷുഗർ മോളിക്യൂൾ കിട്ടുള്ളൂ. കാരണം എന്താണ്, ഒരു കാർബൺ വരുമ്പോൾ ഇവിടെ ഒരു കാർബൺ എത്തണുള്ളൂ. 6 കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോഴല്ലേ ഷുഗറിൽ 6 കാർബൺ എത്തുക. സോ നമ്മൾ ആ ഒരു പോയിന്റ് പഠിച്ചു. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എത്ര ATP വേണം? 3 ATP ആവശ്യമാണ്, 2 NADPH ആവശ്യമാണ്. ഈ ഒരു ഷുഗർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര CO2 ഫിക്സ് ആവുന്നുണ്ട്? 6 CO2 റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ATP എത്ര ആവും? 6 × 3. സോ നമുക്ക് പറയാൻ പറ്റും 18 ATP. അങ്ങനെയാണ് ഈ 18 ATP കിട്ടിയത്. ഇവിടെയോ 6 പ്രാവശ്യം സൈക്കിൾ നടക്കുന്നത് NADPH 6 × 2. സോ നമുക്ക് പറയാൻ പറ്റും 12 NADPH. സോ ഈ ഒരു കേസിലാണ് നമുക്ക് ഫുൾ കാര്യങ്ങൾ അറിയേണ്ടത്. ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇൻറ്റേർണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇൻറ്റേർണൽ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ഇവിടെ നമ്മൾക്ക് ഇനി വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ടതായിട്ടില്ല. നമ്മൾക്ക് ഒരു ഷുഗർ മോളിക്യൂൾ കിട്ടണം എന്നുണ്ടെങ്കിൽ 6 പ്രാവശ്യം കാൽവിൻ സൈക്കിൾ നടക്കണം. അതായത് 6 പ്രാവശ്യം കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ആവണം. ഒരു പ്രാവശ്യം കാർബൺ റെഡ്യൂസ് ആവുന്ന സമയത്ത് 3 ATP ആണെന്നും 2 NADPH ആണ് യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ 6 കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ആവേണ്ടതുണ്ട്, റെഡ്യൂസ് ആവേണ്ടതുണ്ട് ഒരു മോളിക്യൂൾസ് ഓഫ് ഷുഗർ കിട്ടാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ സമയത്ത് അത് × 6. സോ 6 × 3 18 ATP, 6 × 2 12 NADPH. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഒരു കാര്യം കൂടെ നിങ്ങൾ കേൾക്കണം. ഇവിടെ ഈ റിഡക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട ATP എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ATP ആണ് റിഡക്ഷൻ സമയം യൂസ് ചെയ്യുക, 2 NADPH ആണ് യൂസ് ചെയ്യുക. ഇവിടെ ഒരു ATP. അങ്ങനെയാണ് ഒരു സൈക്കിളിൽ 3 ATPയും 2 NADPHും ആവശ്യമായി വരുന്നത്. സോ റിഡക്ഷൻ എത്രയാണ് ATP, എത്ര NADPH എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റീജനറേഷൻ എത്ര ATP എന്ന് ചോദിക്കാറുണ്ട്. ഒരൊറ്റ സൈക്കിൾ നടക്കാൻ വേണ്ടിയിട്ട് എത്ര ATP ആണ് NADPH ആണ് ചോദിക്കാറുണ്ട്. ഒരു സൈക്കിൾ നടക്കാനുള്ള ATP NADPH ആണ് ഇത്. ആ ഒരു ഷുഗർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് 6 സൈക്കിൾ നടക്കുമ്പോൾ എത്ര ATP NADPH ആണ് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യന്. സോ ഈ ഒരു കണക്കാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ്, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണാതെ മനസ്സിലാക്കി ക്ലിയർ ആക്കിയിട്ട് അടിച്ചറിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും ഏത് എക്സാമിനും നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഈ സെക്ഷനിൽ ബാക്കി 50% കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്, ആ കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. കൃത്യമായിട്ട് എഴുതി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം പഠിച്ചാൽ, 1 ടൈം പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും, ഏത് എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ, നിങ്ങൾ അടുത്ത പ്രാവശ്യം എൻട്രൻസ് എഴുതുന്ന ആൾക്കാരാണ്. എൻട്രൻസ് എഴുതുന്ന സമയത്ത്, സെക്കൻഡ് ഇയർ കഴിഞ്ഞ് എൻട്രൻസ് കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഈ ഒരു പാഠം നിങ്ങൾ കോർണർ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ, നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ മക്കളെ, നമ്മൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദി സെക്ഷൻ ഈസ് ഓവർ. താങ്ക് യു. ബൈ.